ഇസ്ലാമിലെ അനന്തരാവകാശ നിയമപ്രകാരം മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ തന്നെ ഒരു വ്യക്തി മരിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ കുട്ടികൾക്ക് അവരുടെ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് ലഭിക്കേണ്ട അനന്തരാവകാശം ലഭിക്കുന്നില്ല. ഇത് നീതിയാണോ? ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളിൽ അനീതിയുണ്ട് എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. അഥവാ പൗത്രന് സ്വത്തവകാശമില്ല. പൗത്രൻ എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ മക്കൾക്ക് വല്യപ്പാന്റെ സ്വത്തിൽ അവകാശമില്ല, പിതാമഹന്റെ സ്വത്തിൽ അവകാശമില്ല. ഇത് അനീതിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമം മൂലം നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, ധാർമ്മിക നിർദ്ദേശം മൂലം നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരേപോലെ കാരുണ്യത്തിൽ അധിഷ്ഠിതമായി നിയമത്തിന് നടപ്പാക്കാൻ കഴിയില്ല. കാരുണ്യം എന്നത് നിയമത്തിന്റെ നിഷ്കൃഷ്ടതയുടെ പരിധിയിൽ വരുന്നതല്ല. എല്ലാ അർത്ഥത്തിലും നിയമത്തിന്റെ പരിധിയിൽ നീതിയോ കാരുണ്യം കൊണ്ടുവരാൻ കഴിയില്ല, നീതി മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പിതാവിന് 3 മക്കളുണ്ട്. പിതാവ് ബിസിനസ്സുകാരനാണ്. മൂത്ത മകൻ വാപ്പാന്റെ ഒപ്പം ബിസിനസ് തുടങ്ങി. അങ്ങനെ ബിസിനസ് തുടർന്നു. ബിസിനസ് അങ്ങനെ വാപ്പാന്റെ ഒപ്പം തന്നെ ബിസിനസ് പഠിച്ചു. കുറെ കാലം കഴിഞ്ഞു അയാൾ വാപ്പാന്റെ കൂടെ നിന്നിട്ട് തന്നെ വേറൊരു ബിസിനസ് ഉണ്ടാക്കി. നല്ലൊരു ബിസിനസ്സുമായി അയാൾ വേർതിരിഞ്ഞു നിൽക്കുന്നു. ഇപ്പോ അയാൾ നല്ല ബിസിനസ്സുകാരനാണ്. വാപ്പായുടെ ബിസിനസിനേക്കാൾ വലിയ ബിസിനസ്സുകാരൻ. മറ്റൊരു മകൻ, രണ്ടാമത്തെ മകൻ, വാപ്പാന്റെ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചു. അയാൾ ഡോക്ടറായി. അങ്ങനെ അയാൾ ഉയർന്നു വന്നു. ഇന്ന് അയാൾ നല്ല പണം സമ്പാദിക്കുന്ന ഒരു ഡോക്ടർ. മൂന്നാമത്തെ മകൻ, അയാൾ പ്രീ ഡിഗ്രിക്ക് ചേർന്ന സമയത്താണ് വാപ്പ മരിക്കുന്നത്. സ്വത്ത് എങ്ങനെ ഓഹരി വെക്കണം? കാരുണ്യത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വത്ത് മുഴുവനും കൊടുക്കേണ്ടത് അവസാനത്തെ മകനാണെന്ന് പറയാൻ കഴിയൂ. പക്ഷെ ഒരു നിയമത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല. നിയമത്തിന്റെ ഭാഷ വേറെ, കാരുണ്യത്തിന്റെ ഭാഷ വേറെ. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഒരു നിയമത്തിന് കാരുണ്യത്തിന്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരുണ്യത്തിന്റെ തലങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക ധാർമ്മിക നിർദ്ദേശത്തിനാണ്. അവിടെ ഇസ്ലാമിന് നല്ല ഏത് നിയമസംഹിത പ്രകാരവും ഇവർക്ക് തുല്യമായ സ്വത്തവകാശം മാത്രമേ നൽകാൻ ഒരു നിയമത്തിന് പറയാൻ പറ്റൂ. പക്ഷേ ഇസ്ലാം അവിടെ ഒന്ന് അല്പം കൂടി കടന്നു. ഇവനെ ഒരേ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നത് വരെ നോക്കേണ്ടത് അവന്റെ ഇന്നലെ വരെ പിതാവ് രക്ഷാകർത്താവായിരുന്നത് ഇന്നു മുതൽ ജ്യേഷ്ഠന്മാർ രക്ഷാകർത്താക്കളാകണം എന്നുള്ള ധാർമ്മികമായ മാർഗനിർദ്ദേശം വെച്ചു. ഇനി ഇസ്ലാമിലെ സ്വത്തവകാശത്തിന്റെ ഒരു അടിസ്ഥാനപരമായ നിയമമുണ്ട്. ഇസ്ലാമിൽ 2 തരത്തിലുള്ള സ്വത്തവകാശം വരും. ഒന്ന് നേരിട്ടുള്ള അവകാശിയാകുന്നത്, അതല്ലെങ്കിൽ നേരിട്ടുള്ള അവകാശി ഇല്ലെങ്കിൽ അവകാശിയായി തീരുന്നത്. ഇപ്പൊ ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ മക്കൾ ആരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്റെ പൗത്രന്മാർക്ക് സ്വാഭാവികമായും എന്റെ സ്വത്തിൽ അവകാശമുണ്ട്. മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ എന്റെ സ്വത്തിൽ മക്കൾക്കാണ് അവകാശം, പൗത്രന്മാർക്ക് അവകാശമില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ഒരു മകൻ മരിച്ചു. 2 മക്കൾക്ക് 3 മക്കളുണ്ട്. ബാക്കി 2 മക്കൾ ജീവിച്ചിരിക്കുന്നു എങ്കിൽ ഞാൻ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. എന്റെ പൗത്രന്മാരിൽ എന്റെ ഈ 2 മക്കൾക്കല്ലാതെ എന്റെ ഒരു മരിച്ച മകന്റെ മക്കൾക്ക് എന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാകുന്നില്ല നിയമപ്രകാരം. എന്തുകൊണ്ട്? അങ്ങനെ അവകാശം കൊടുക്കണമെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? എന്റെ മരണപ്പെട്ട മകൻ ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുക. നിയമത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ. എന്റെ മരണപ്പെട്ട മകൻ ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ആ മകന് കിട്ടേണ്ടിയിരുന്ന സ്വത്ത് മക്കൾക്ക്, എന്റെ പേരക്കുട്ടികൾക്ക്, പൗത്രന്മാർക്ക് വീതിച്ചു നൽകുക. ഇത് മാത്രമാണ് മാർഗം. അവിടെ എന്താണ് ഈ സങ്കല്പം? പ്രാതിനിധ്യത്തിൽ അധിഷ്ഠിതമായ ഒരു സങ്കല്പം വരികയാണ്. അങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ ഒരു തലത്തിൽ മാത്രം സങ്കല്പിക്കാൻ കഴിയില്ല.
എന്റെ മകന്റെ കാര്യത്തിൽ മാത്രം അത് സങ്കല്പിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ എന്റെ നേരിട്ടുള്ള അവകാശികൾ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അങ്ങനെ സങ്കല്പിക്കേണ്ടി വരും. ഉദാഹരണത്തിന്, എനിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. എന്റെ കാര്യം തന്നെ പറയാൻ ഒരു ഇടങ്ങാറുണ്ട്. പക്ഷെ അത് A+B ഇത് ബോർഡിൽ എഴുതി പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് കുറച്ച് മനസ്സിലാക്കാൻ. ഈ അനന്തരാവകാശ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കുറച്ച് സങ്കീർണതയാണ്. പിന്നെ ഇതും കൂടി ആവുമ്പോൾ കുറച്ച് ബോർഡിലെല്ലാം എഴുതി പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. എങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് പരമാവധി. അപ്പോ എനിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു കുറെ കാലം മുമ്പ്. അവൾ എന്റെ ജീവിതത്തിൽ മരിച്ചുപോയി. അവന് കുട്ടികളൊന്നുമില്ല. എന്നാൽ പിന്നീട് മറ്റ് ഒരു കുടുംബജീവിതം ഞാൻ തുടർന്നു എന്ന് വിചാരിക്കാം. അപ്പൊ പിന്നീട് ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ ഇതേപോലെ തന്നെ പ്രാതിനിധ്യ തത്വം ഒരു സ്ഥലത്ത് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ എല്ലായിടത്തും പ്രയോഗിക്കേണ്ടി വരും. ഒരു നിയമത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോ എന്റെ എന്നോ മരിച്ച ഭാര്യ ജീവിച്ചിരുന്നിരുന്നു എന്ന് സങ്കല്പിച്ച് അവൾക്ക് കൊടുക്കേണ്ട സ്വത്ത്, അവൾ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കേണ്ട സ്വത്തിന് അവൾക്ക് ആരൊക്കെ അവകാശികളായിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ നൽകേണ്ടി വരും. എന്റെ മരണത്തിന് ശേഷം നൽകേണ്ടി വരും. ഇതേപോലെ തന്നെ എന്റെ സ്വത്തിൽ എന്റെ പിതാവിന് അവകാശമുണ്ട്. എന്റെ പിതാവ് ഞാൻ മരിക്കുന്ന സമയത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. എന്നാൽ ഞാൻ മരിക്കുന്ന എന്റെ പിതാവ് എന്റെ മരണത്തിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് വിചാരിക്കാം. ഈ പ്രാതിനിധ്യ തത്വം നമ്മൾ അവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ എന്ത് വേണ്ടി വരും? എന്റെ പിതാവ് ജീവിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ട് പിതാവിന് എത്ര എന്റെ സ്വത്തിൽ അവകാശം വരുമോ അത് നീക്കി വെച്ചിട്ട് അത് പിതാവിന്റെ എത്ര അവകാശികളുണ്ടോ അവർക്കെല്ലാം കൊടുക്കേണ്ടി വരും. ഇങ്ങനെ സ്വത്ത് വീതിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? പ്രാതിനിധ്യ തത്വം അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ആർക്കും ഒരു സ്വത്ത് ഉണ്ടാകൂല, വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം പ്രാതിനിധ്യ തത്വം ആ രൂപത്തിൽ വിശാലമായിരിക്കും. എനിക്ക് എത്ര സഹോദരന്മാരുണ്ടോ ആ സഹോദരന്മാരിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ആ മരിക്കുന്ന രംഗത്തും ആ സമയത്തുള്ള എന്റെ ബന്ധം അതായിരുന്നു കണക്കാക്കിയിട്ട് അത് അവനുണ്ട് എന്ന് കണക്കാക്കിയിട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കേണ്ടി വരും. സ്വത്ത് ഒന്നായിട്ട് വീതിച്ച് ആർക്കും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അത് പ്രായോഗികമല്ല. അവിടെ ഇസ്ലാം ചെയ്തത് എന്താണ്? അവിടെ ഇസ്ലാം ഇങ്ങനെ ഇസ്ലാമികമായ സ്വത്തവകാശ ദായധന ക്രമത്തിൽ ഒരിക്കലും ഈ പ്രാതിനിധ്യ തത്വം പ്രായോഗികമാവുകയില്ല. അത് പ്രയോഗിച്ചാൽ സ്വത്തവകാശം വളരെ വിപുലമാവുകയും സ്വത്ത് വീതിച്ച് കുടുങ്ങുകയും ഒരിക്കലും എന്നും അവകാശികൾ ഉയർന്നു വരാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. കാരണം നമുക്കറിയാത്ത അവകാശം ഉണ്ടാവും. എന്നോ മരിച്ച ഒരാള് അയാൾക്ക് ഞാൻ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് വരുമ്പോ കുറെ കാലം കഴിയുമ്പോഴായിരിക്കും എവിടുന്നോ ഒരാൾ നീച്ചു വരാ, ഇയാളുടെ മകളാണ്, പേരക്കുട്ടിയാണ്, എനിക്ക് സ്വത്തിന് അവകാശമുണ്ട് നിങ്ങളുടേതെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായോഗികമല്ലാത്ത നിയമം ഇസ്ലാം അംഗീകരിച്ചില്ല. പിന്നെ ഇസ്ലാം ചെയ്തത് എന്താണ്? അനാഥ പൗത്രനെ വെറുതെ വിടണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ല. അയാൾ അനാഥനാക്കി വിടണമെന്ന് പഠിപ്പിച്ചില്ല. എന്റെ മകൻ മരിക്കുകയാണെങ്കിൽ അവന്റെ പുത്രന്മാരായിരുന്നാലും പുത്രികളായിരുന്നാലും അവരുടെ സംരക്ഷണ ചുമതല ആദ്യമായി വരുന്നത് എന്റെ ചുമലിലാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ സ്വത്ത് പൂർണ്ണമായി തന്നെ എനിക്ക് ആർക്കും നൽകാം, ഇഷ്ടദാനം നൽകാം. മരണത്തിന്റെ സമയത്ത് എന്റെ സ്വത്തിന്റെ 1/3 ഭാഗം എനിക്ക് വസിയത്ത് എഴുതി വെക്കുവാനുള്ള അവകാശമുണ്ട്. ആ വസിയത്ത് ഈ രൂപത്തിലുള്ള സ്വത്തവകാശം ഉണ്ടാവുകയും എന്നാൽ സ്വാഭാവികമായ പ്രയാസങ്ങളാൽ സ്വത്തവകാശത്തിൽ നിന്ന് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ സംരക്ഷണയിൽ കഴിയുന്ന എന്റെ പൗത്രന്മാർക്ക് എന്റെ സ്വത്തിൽ നിന്നുള്ള ഒരു വസിയത്ത് എഴുതിക്കൊണ്ട് അവകാശം നൽകാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്കതിന് കഴിയും. ഞാനാണത് ചെയ്യേണ്ടത്. ഈ പിതാമഹനാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ധാർമ്മിക നിയമം വഴിയല്ലാതെ ഒരു നിയമസംഹിതക്കും കൃത്യമായ ഒരു നിയമം വെച്ചുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളുടെ അടിത്തറയിൽ സ്ഥിതി ചെയ്യുന്ന കൃത്യമായ ഒരു നിയമം വെച്ചിട്ട് പൗത്രന് സ്വത്തവകാശം നൽകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പൗത്രന് സ്വത്തവകാശം അവകാശം എന്നുള്ള നിലക്ക് നൽകാതിരുന്നത്. അവകാശം എന്നുള്ള നിലക്ക് നൽകിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വത്ത് ഛിന്ന ഭിന്നമാവുക എന്നല്ലാതെ മറ്റൊന്നും അതിന്റെ ഫലമായി ഉണ്ടാവുകയില്ല. എന്നാൽ അവിടെ ധാർമ്മിക മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ഈ പിതാമഹന്റെ ചുമതലയായി
അയാളുടെ സ്വത്തിന്റെ ഒരംശം ഇയാൾക്ക് നൽകേണ്ടത് ചുമതലമായി പഠിപ്പിക്കുകയും അങ്ങനെ ആ ചുമതലാ നിർവഹണത്തിന് അയാളെ സജ്ജമാക്കുകയും ചെയ്യുകയാണ് ഇസ്ലാം ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിയമം മൂലം കഴിയാത്തത് ധാർമ്മിക മാർഗനിർദ്ദേശം വഴിയാണ് ഇസ്ലാം സാധിക്കുന്നത്. നിയമം മൂലം ഒരിക്കലും ഇതിന് സാധ്യമല്ല. നിങ്ങൾ ഇന്ത്യയുടെ നിയമം പഠിച്ചിട്ടുള്ള ആളുകൾ വെച്ചിട്ട് ഇസ്ലാമിക നിയമങ്ങളുടെ ചില അടിസ്ഥാന ശിലകളുണ്ട്. അതിന്റെ അടിത്തറയിൽ പൗത്രന് സ്വത്തവകാശം നൽകുവാൻ ആവശ്യമായ ഒരു നിയമ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു നോക്കാം. ഒരിക്കലും സാധ്യമല്ല. അസ്സലാമു അലൈക്കും. വ്യഭിചാരത്തിനുള്ള ശിക്ഷ. വ്യഭിചരിച്ച വ്യക്തിയെ 100 അടി അടിക്കാനും നബിയുടെ ഭാര്യമാരാണെങ്കിൽ ശിക്ഷ ഇരട്ടിയാക്കാനും അടിമകളാണെങ്കിൽ ശിക്ഷ പകുതിയാക്കാനും ഖുർആൻ കൽപ്പിക്കുന്നു. ഇതിനു പുറമെ വിവാഹം ചെയ്തവരാണെങ്കിൽ എറിഞ്ഞുകൊള്ളുക എന്ന സിസ്റ്റം ഇസ്ലാമിക ലോകത്ത് നിലവിലുണ്ട് അഥവാ മുമ്പുണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷാവിധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ അൻസറല്ലാഹു ഫഉലൈക ഉമുൽ കാഫിറൂൻ, അൻസറല്ലാഹു ഫഉലൈക ഉമുൽ ളാലിമൂൻ, അൻസറല്ലാഹു ഫഉലൈക ഉമുൽ ഫാസിഖൂൻ. അള്ളാഹു അവതരിപ്പിച്ചതുകൊണ്ട് വിധി കൽപ്പിക്കാത്തവൻ കാഫിറാണ്, അക്രമിയാണ്, ആജ്ഞാലംഘനമാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. മേൽ പറഞ്ഞ ആയത്തിന് വിരുദ്ധമല്ലേ പ്രസ്തുത നിയമം? ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിട്ട് അവിടെ ഉണ്ടാകാൻ പോണ ഒരു പ്രശ്നമാണ്. ഏതായിരുന്നാലും വ്യഭിചരിച്ച ആളെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇവിടെ വ്യഭിചരിച്ച വ്യക്തി എങ്ങനത്തെ ആളാണ്, അതിനനുസരിച്ച് ശിക്ഷകളിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള ആളുകൾ എല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ സുഹൃത്ത് പറഞ്ഞത് വ്യഭിചാരിക്കുള്ള ശിക്ഷയായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള അടിക്കുന്ന ശിക്ഷയാണ്. പക്ഷേ വിവാഹിതരാണെങ്കിൽ അവരെ കൊന്നുകളയണം എന്നാണ് ഇസ്ലാമിൻ്റെ വിധി. എന്തുകൊണ്ടാണിത്? ഈ 2 ശിക്ഷകൾ ഖുർആനിൽ പറയുന്നതിന് എതിരല്ലേ ഹദീസുകളിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് വിധിക്കാത്തവർ കാഫറുകളാണ്, ഫാസിഖുകളാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. അള്ളാഹു കൽപ്പിച്ച വിധിയുടെ വിശദീകരണം നടപ്പാക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ പറയുന്നത് കട്ടവന്റെ കൈ വെട്ടണം എന്നാണ്. അപ്പോൾ കക്കുക എന്ന ഒരു കർമ്മം ചെയ്താൽ കൈ വെട്ടലായി. ഒരാളൊരു അടക്ക കട്ടാൽ അയാളെ കൈ വെട്ടാൻ കഴിയുമോ? ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഒരു 25 പൈസ കട്ടെടുത്തെന്ന് വിചാരിക്കും, അയാളെ കൈ വെട്ടാൻ പറ്റുമോ? വെട്ടുകയാണെങ്കിൽ തന്നെ എവിടെ വെട്ടേണ്ടത്? കൈ എന്ന് പറയുമ്പോൾ ഇത് പലതുമുണ്ട്. കൈയിൻ്റെ വെറും മുൻകൈ മാത്രമാണോ, അതോ മുട്ടുകൈയിൻ്റെ താഴെയാണോ, അത് കൈ പൂർണ്ണമായിട്ട് വെട്ടണോ, അതല്ല അതിൻ്റെ നടുവിൽ എവിടെയെങ്കിലാണോ? ഈ ശിക്ഷാവിധി എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കാണിച്ചു തന്നിട്ടുള്ളത്, പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതേപോലെ പരിശുദ്ധ ഖുർആനിൽ വ്യഭിചാരം ഒരു കുറ്റമായി, സിന ഒരു പൊതു തെറ്റായി പറയുന്നു. അതിന് കൊടുക്കേണ്ട മിനിമം ശിക്ഷയെക്കുറിച്ചും പറയുന്നു. ആ മിനിമം ശിക്ഷയാണിത്. അതേസമയം വ്യഭിചരിക്കുന്നവൻ വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ വിവാഹിതയാണെങ്കിൽ ഇവിടെ ചെറിയ പ്രശ്നമല്ല. ഒരു വിവാഹിതരല്ലാത്ത 2 പേർ വ്യഭിചരിക്കുന്നത് പോലെയല്ല വിവാഹിതനായ ഒരു പുരുഷനോ വിവാഹിതയായ ഒരു സ്ത്രീയോ വ്യഭിചരിക്കുന്നത്. എന്താ പ്രശ്നം? ഒന്ന് വിഹിതമായ മാർഗമുണ്ട്, ഒന്ന്. രണ്ടാമത്തേതോ കുടുംബമുണ്ട്, ആ കുടുംബത്തിന്റെ എല്ലാ ഭദ്രതയും തകർക്കുന്നതായിരിക്കും ആ വ്യഭിചാരം. ഉറപ്പാണല്ലോ, പറയേണ്ടതില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കുടുംബത്തിന്റെ ഭദ്രത തകർക്കുകയും സമൂഹത്തിന്റെ അന്തസ്സ് തകർക്കുകയും ധാർമ്മികതയെ ഛിന്ന ഭിന്നമാക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് വിവാഹിതയുടെ അല്ലെങ്കിൽ വിവാഹിതയുടെ വ്യഭിചാരം. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഉണ്ടായിക്കൂടാ. ഇസ്ലാമിലെ ശിക്ഷാവിധികളുടെ ലക്ഷ്യം കുറെ ആളുകളെ എറിയുക, കുറെ ആളുകളെ തല്ലുക, കുറെ ആളുകളുടെ കൈ വെട്ടുക അല്ല. പിന്നെന്താ? ആ ഒരു തിന്മ ഉണ്ടാകാൻ പാടില്ല സമൂഹത്തിൽ.
അതുകൊണ്ട് തന്നെ ആ തിന്മ കടന്നു വരാനുള്ള വാതിലുകൾ മുഴുവൻ അടക്കാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇസ്ലാം ആദ്യം ചെയ്യുന്നത് എന്താ? എല്ലാ വ്യഭിചരിച്ചവരെയും ശിക്ഷിക്കാൻ വേണ്ടി കുറെ കത്തി വാങ്ങിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുറെ കല്ല് വാങ്ങിക്കൊടുത്തിട്ട് ശിക്ഷിച്ചുവിട്ടിടാന്ന് പറയല്ല. മറിച്ച് വ്യഭിചാരം കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളുടെ വാതിലുകളും അടക്കുന്നു. ഒരു വിവാഹത്തിലൂടെ ഒരാൾക്ക് അയാളുടെ പൂർണ്ണമായ ശാരീരിക സംതൃപ്തി സാധ്യമല്ലെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കുവാൻ അനുവാദം നൽകുന്നു. അയാളുടെ ലൈംഗിക വികാരത്തെ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു നഗ്നതാ പ്രദർശനമോ നൃത്തമോ അതേപോലെയുള്ള അർദ്ധനഗ്നമായ അവസ്ഥകളോ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും വിഹിതമായ മാർഗത്തിലൂടെ ലൈംഗിക സംതൃപ്തി നേടുവാനുള്ള മാർഗങ്ങൾ മുഴുവനും തുറന്നു വെച്ചിട്ടും സമൂഹത്തെ തകർക്കുന്ന രീതിയിൽ, കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ, സമൂഹത്തിന്റെ ധാർമ്മികതയെ ഇല്ലാതാക്കുന്ന രീതിയിൽ, ഛിന്നഭിന്നമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളെ മാതൃകാപരമായി ശിക്ഷിച്ച് പിന്നീട് അങ്ങനത്തെ ഒരു പാപം, അങ്ങനത്തെ ഒരു അധർമ്മം സമൂഹത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ആളുകൾക്ക് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി. ഒരിക്കലും കുറെ ആളുകളെ ശിക്ഷിക്കലല്ല, മറിച്ച് ആ ഒരു ഇത് ഇല്ലാതാകലാണ് ഇസ്ലാമിന്റെ താല്പര്യം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു സാധാരണ ഒരു മനുഷ്യർക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, വ്യഭിചാരം, വിവാഹിതനായ വ്യക്തിയുടെ വ്യഭിചാരവും വിവാഹിതനല്ലാത്ത വ്യക്തിയുടെ വ്യഭിചാരവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതുണ്ടാകുന്ന സാമൂഹ്യ വിനകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ വിനകളുടെ മുഴുവനും കാരണഭൂതമായി മാറുന്ന വിവാഹിതരുടെ വ്യഭിചാരത്തിന് ശിക്ഷ വളരെ കർക്കശമാക്കി എന്നുള്ളത് സത്യമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ്. ഹദീസുകൾ സ്വീകരിക്കൂല എന്നാണെങ്കിൽ, ഖുർആൻ അനുസരിച്ച് മാത്രമാണ് വിധി കൽപ്പിക്കൊള്ളുന്നാണെങ്കിൽ, എങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു കട്ടവന്റെ കൈവെട്ടാൻ പറ്റൂല. നമുക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവന് കട്ടവന്റെ കൈവെട്ടാൻ പറ്റൂല. ആര് കൈവെട്ടണം എന്നും ഉണ്ടാവില്ല. ഖുർആനിലെന്താ? സത്യവിശ്വാസികളെ നിങ്ങൾ വെട്ടുകയെന്നാണ്. അപ്പോ എന്താ ചെയ്യേണ്ടത്? എല്ലാ സത്യവിശ്വാസികളും കത്തിയേറ്റ് നടക്കണം, കട്ടവനെ കണ്ടാ വെട്ടണം, അല്ലേ? അപ്പൊ ആര് വെട്ടണം? റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഖലീഫ ഉത്തരവാദപ്പെടുത്തിയ ആളുകൾ. ഇവിടുത്തെ സത്യവിശ്വാസികളല്ല, ഇന്ത്യയിലെ സത്യവിശ്വാസികളെല്ലാം കത്തിയേറ്റ് നടക്കാൻ പറ്റുമോ? വെട്ടാൻ ഇല്ല, പാടില്ല. ഇസ്ലാമിൽ പാടില്ല. എന്തുകൊണ്ട്? അധികാരം കയ്യിൽ വരണം. അതാരാ പഠിപ്പിച്ച? റസൂലുള്ളാഹി പഠിപ്പിച്ച്. ഇതേപോലെ തന്നെ എത്ര കെട്ടാൽ വെട്ടണം? റസൂലുള്ളാഹി പഠിപ്പിച്ചു. എത്ര വരെ വെട്ടണം? റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇതേപോലെ ശിക്ഷാവിധികളിൽ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ വ്യഭിചാരത്തിന്റെ മിനിമം ശിക്ഷ പറഞ്ഞു, അതിൽ ഇത് പറഞ്ഞു ചെയ്തു. പിന്നുള്ളത് എന്താ? അടിമ സ്ത്രീന്റെ പ്രശ്നമാണ്. അടിമകൾ അവർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ. അടിമകളെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരുപാട് റെസ്ട്രിക്ഷൻസിന് വിധേയമാണ്. അടിമകൾ ആയിട്ടുള്ള ആളുകൾ വിവാഹിതരാകാനുള്ള സാധ്യത വളരെ തുലവും വിരളമാണ്. വിവാഹിതരാണെങ്കിൽ അവിടെ വ്യഭിചാരം നടക്കാനുള്ള സാധ്യതയും തുലവും വിരളാണ്. വിവാഹിതരാകാനുള്ള സാധ്യത ഇസ്ലാമിക രാഷ്ട്രം വന്നതിന് ശേഷമേ ഉള്ളൂ. കാരണം വിവാഹിതർ ആകുന്നത് പലപ്പോഴും മറ്റൊരു തലത്തിലാണ് എന്നുള്ളതാണ് സത്യം. അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ അടിമകളെ സംബന്ധിച്ചിടത്തോളം ഈ മിനിമം ശിക്ഷ തന്നെയാണ് അതിന് വെച്ചിട്ടുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിന്റെ പകുതിയാണ് ശിക്ഷ കൊടുത്തിട്ടുള്ളത്. പകുതി ശിക്ഷ എന്ന് പറഞ്ഞാൽ മിനിമം ശിക്ഷയുടെ പകുതി ശിക്ഷ. കാരണം അടിമകൾക്ക് ഈ തെറ്റ് ചെയ്യാൻ നിർബന്ധിതരാകുന്ന അവസ്ഥകളുണ്ട്. യജമാനന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളാൽ ചിലപ്പോൾ ഈ തെറ്റ് ചെയ്യാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് തന്നെ അതിന് പകുതി ശിക്ഷയാക്കി എന്നുള്ളതാണ് സത്യം. എൻ്റെ പേര് മുബാഷ് എന്നാണ്. ഞാൻ ചോദിക്കാൻ ഇവിടെ നേരത്തെ രാജു എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ മറുപടിയിൽ നിന്ന് ഉണ്ടായ ഒരു സംശയമാണ് എന്നെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം ചോദിച്ചത് ഈ പിഞ്ഞാണി എഴുത്ത്, ഉറുക്ക് തുടങ്ങിയവ രോഗശമനത്തിന് ഉപയോഗിക്കുന്ന വിഷയത്തിൽ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി ഭൗതികമായി മരുന്ന് കഴിക്കുകയും അഭൗതികമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കുള്ള സംശയം, പരിശുദ്ധ ഖുർആനിൽ തന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിഹിസ്സലാമിൻ്റെ പിതാവായ യഅ്കൂബ് നബി അലിഹിസ്സലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ആ കാഴ്ച തിരിച്ചു കിട്ടുവാൻ വേണ്ടി യൂസുഫ് നബി അലിഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കമീസ് കൊടുത്തുവിട്ടതായും ഇതുകൊണ്ട് ചെന്ന് എൻ്റെ പിതാവിൻ്റെ മുഖത്ത് വെച്ചാൽ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞതായും കാണുന്നു. ഇത് ഭൗതികമാണോ, യഥാർത്ഥത്തിൽ അഭൗതികമാണോ? അതുപോലെ തന്നെ താങ്കൾ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ മുൻഗാമികളായ മുഫസ്സിരീങ്ങളിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ
ഇപ്പോൾ പുത്തൻ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആക്ഷേപിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാറുള്ള ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതൻ തന്നെ ശൈത്താനെ അടിച്ചിറക്കുവാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം തന്നെ ഇറക്കിയതായി കാണാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇബ്നുൽ കസീർ എന്ന് പറയുന്ന വലിയ മുഫസ്സിർ പിഞ്ഞാണം എഴുതി കുടിച്ചുകൊണ്ട് രോഗശമനം നടത്തിയതായി അദ്ദേഹത്തിൻ്റെ ഖുർആനിക വ്യാഖ്യാന തഫ്സീർ ഇബ്നു കസീറിൽ കാണാം. അതുപോലെ തന്നെ ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എടുക്കുകയും അതെന്തിനു വേണ്ടി എടുത്തു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടിക്ക് രോഗശമനത്തിനു വേണ്ടിയും ബറക്കത്തിനു വേണ്ടിയും ആണ് എന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു എന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം തോളിൽ ചരട് എഴുതി കെട്ടിക്കൊണ്ട് രോഗശമനത്തിന് ഉപയോഗിച്ച കാര്യം. അതുപോലെ ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് ബുഖാരിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസായി കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നബിയെ കൊണ്ട് ഇടതേടി മഴയ്ക്കു വേണ്ടി തേടിയപ്പോൾ അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീന വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിന എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അഭൗതികമായ ചേട്ടത്തിൽ ഇടയാളന്മാരെ വെച്ചത് കാണാം. ഈ വിഷയത്തിൽ താങ്കളുടെ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്രധാനമായ എൻ്റെ ചോദ്യം, കുപ്പായം കൊണ്ടിട്ട് യൂസുഫ് നബിയുടെ കമീസ് കൊണ്ടിട്ട് കണ്ണിൻ്റെ സുഖക്കേട് മാറ്റി എന്നുള്ളത് ഭൗതികമാണോ അഭൗതികമാണോ? ഭൗതികമാണെങ്കിൽ ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ചികിത്സിച്ചുകൂടെ? സുഹൃത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് ഒരുപാട് ഉദ്ധരണികൾ അദ്ദേഹം ഉദ്ധരിച്ചു. പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഒന്നാമതായി, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അന്ധത ബാധിച്ചപ്പോൾ ആ അന്ധത നീക്കുവാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുപ്പായം അഴിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കാൻ പറയുകയും അങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറയുകയും ചെയ്തു. ഖുർആൻ തന്നെ പറയുന്ന കാര്യം. ഇത് ഭൗതികമാണോ അഭൗതികമാണോ എന്നാണ്. തീർച്ചയായും വ്യക്തമാണ്, ഇത് അഭൗതികമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അപാകത, നേരത്തെ പറഞ്ഞ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളിലെല്ലാമുള്ള അപാകത, പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന മുഅ്ജിസത്തുകൾ, ആ പ്രവാചകന്മാർക്കുണ്ടാകുന്ന മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരിൽ പരിമിതമാണ് എന്നും അത് ആ പ്രത്യേക അവസരത്തിൽ ഉണ്ടാകുന്നതാണ് എന്നും ആ അവസരത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് എന്നുമുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? വളരെ വ്യക്തമായി പറയാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മാർഗം ഉപയോഗിച്ചില്ല. ഒരു പ്രത്യേക അവസരത്തിൽ, അത് പടച്ച തമ്പുരാൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രത്യേക അവസരത്തിൽ ഈ കാര്യം ചെയ്യുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിലൂടെ ഉണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിലൂടെ ഉണ്ടായ അത്ഭുതങ്ങൾ നമുക്കറിയാം. കറവ പറ്റി ആടിനെ കറന്നിട്ട് ഒരുപാട് പേർ കുടിച്ചത് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരെ വെള്ളമില്ലാത്ത സമയത്ത് റസൂലുള്ള കൈമുക്കിയ സമയത്ത് ആളുകൾക്ക്, അവിടെ കൂടി ആളുകൾക്ക് മുഴുവനും ആവശ്യമായ ശൗചം ചെയ്യാൻ ആവശ്യമായ വെള്ളം ഉണ്ടാക്കിയത് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ഭക്ഷണം ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് ഭക്ഷിപ്പിച്ച സംഭവം നമുക്കറിയാം. ഇതെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുത സംഭവങ്ങളാണ്. പക്ഷേ ഇതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ മറ്റ് അവസരങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഇതേ അത്ഭുതങ്ങൾ പ്രയോഗിക്കാതിരുന്നതും നമുക്ക് തന്നെ അറിയാം. എന്തുകൊണ്ടതുണ്ടായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ ശിഷ്യന്മാരും കുടുംബക്കാരുമെല്ലാം ഷൈബ അബൂ താലിബിൽ കേവലം പച്ചിലകൾ മാത്രം തിന്നുകൊണ്ട് ജീവിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിനെ എല്ലാം കാഷ്ടിക്കുന്നത് ആടുകളെപ്പോലെ കാഷ്ടിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതമൊന്നും കാണിച്ചില്ല. എന്തേ? പ്രവാചകന്റെ കയ്യിൽ, നേരത്തെ പറഞ്ഞ കയ്യില്ലാഞ്ഞിട്ടാണോ? പ്രവാചകന് കറവ പറ്റാത്ത ആടിനെ കിട്ടാത്തത് കൊണ്ടാണോ? അല്ല. പടച്ച തമ്പുരാൻ പ്രവാചകന്മാരിലൂടെ ചില അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുന്നു.
ആ അത്ഭുതങ്ങൾ പ്രവാചകന്മാർ ചെയ്യുന്നു. പ്രവാചകന്മാർക്ക് ശേഷം അതേപോലെ അത്ഭുതങ്ങൾ പ്രവാചകന്മാർക്ക് ശേഷം അതേപോലെ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ട, അഥവാ പരിശുദ്ധ ഖുർആൻ കൊണ്ടോ പ്രവാചക ചര്യ കൊണ്ടോ തെളിയിക്കപ്പെട്ട ഒരു സംഭവവും നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാവുകയുമില്ല. എന്നാൽ ഇത് പടച്ച തമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഔലിയാക്കളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ഔലിയാക്കൾക്കുണ്ടാകുന്ന കറാമത്തുകളുടെ നിഷേധമല്ല. ഔലിയാക്കൾക്ക് അവരുടെ പടച്ച തമ്പുരാന്റെ ബഹുമാന്യതയുടെ ഭാഗമായി അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി രംഗങ്ങളിൽ ചില അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അത് പ്രവാചകന്മാർക്ക് നൽകുന്ന മോചിസത്ത് പോലെയല്ല എന്നത് മറ്റൊരു വശമാണ്. ഏതായിരുന്നാലും ഞാനിവിടെ സൂചിപ്പിക്കുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നാലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നാലും അവിടെയെല്ലാം അദ്ദേഹത്തിലൂടെയുണ്ടായ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ എല്ലാം തന്നെ അവരുടെ മോചിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അത്ഭുതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ അത്ഭുതങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് സ്വീകരിക്കാം. അത് അവരിലുണ്ടായ അത്ഭുതമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ട് സർപ്പമായി വടി അടിച്ചപ്പോൾ സമുദ്രം പിളർന്നു. നമുക്കറിയാം മൂസാ നബിക്ക് പോലും ഉണ്ടായിരുന്ന ബോധ്യം എന്താ? മൂസാ നബി ആദ്യം പടച്ച തമ്പുരാൻ തുവാ താഴ്വരയിൽ വെച്ച് ഈ അത്ഭുതം കാണിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെ ഈ അത്ഭുതം പ്രത്യക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് ആ വടി പാമ്പിനെ പിടിക്കാൻ പറയുന്നു. അത് വീണ്ടും വടിയായി മാറുന്നു. വടിയായി മാറി തിരിച്ചു വരുന്നു. എന്നിട്ട് ഫറോവന്റെ അടുത്ത് പോകുന്നു. ഇതേ അത്ഭുതം ചെയ്യാൻ പടച്ചോന്റെ കൽപ്പന ഉണ്ടാകുന്നു, ചെയ്യുന്നു. എന്നിട്ടോ ഫറോവ കുറെ മജീഷ്യന്മാരെ കൂട്ടി യോജിപ്പിക്കുന്നു. അങ്ങനെ മജീഷ്യന്മാരെല്ലാം വരുന്നു. മജീഷ്യന്മാർ സൂറത്ത് താഹയിലെ വചനങ്ങൾ എടുത്ത് പരിശോധിച്ചൊക്കെ 20-ാമത്തെ അധ്യായം വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. മജീഷ്യന്മാർ വരുന്നു. രണ്ടു കൂട്ടരും മത്സരവേദിയിൽ. മജീഷ്യന്മാർ അവരുടെ കയ്യിലുള്ള വടിയും പാമ്പുമെല്ലാം നിലത്തിടുന്നു. അവ സർപ്പങ്ങളായി ഇഴഞ്ഞു പോകുന്നു എന്ന് ആളുകൾക്ക് തോന്നുന്നു. യഥാർത്ഥത്തിലുള്ള സർപ്പങ്ങളാക്കാൻ അവർക്കൊന്നും സാധ്യമല്ല. ഈ സമയത്ത് പടച്ചോന്റെ കൽപ്പന വരുന്നു. അവിടെ നിലത്തിടുന്നു, പാമ്പാകുന്നു, എല്ലാത്തിനും തിന്നുന്നു. ഇതേ വടിയെടുത്തുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടുന്നത്. എങ്ങോട്ട്? സമുദ്രത്തിലേക്ക്. മൂസാ നബിയും സമൂഹവും ഇസ്രായേൽ സമുദായവും സമുദ്രത്തിന്റെ അടുത്തെത്തിയ സമയത്ത് പിന്നിൽ ഫറോവയുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതൊരു അത്ഭുത വടിയാണല്ലോ, ഞാനൊന്ന് എന്തെങ്കിലും ചെയ്തു നോക്കട്ടെ എന്ന് തോന്നിയില്ല. വീണ്ടും പടച്ച തമ്പുരാന്റെ കൽപ്പനയുണ്ടാകുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടിക്കുന്നു. സമുദ്രം പിളരുന്നു. ഇതെല്ലാം പടച്ച തമ്പുരാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പ്രത്യക്ഷപ്പെടുത്തുന്ന അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ പ്രവാചകന്മാരുടെ കാര്യത്തിലും ഉണ്ടാകാം, ഏത് പ്രവാചകന്റെ കാര്യത്തിലും ഉണ്ടാകാം. ആ അത്ഭുതങ്ങൾ അഭൗതികമാണ്. അഭൗതികമായതുകൊണ്ടാണ് അത് അത്ഭുതമാകുന്നത്. ആ അഭൗതിക സിദ്ധികൾ പ്രവാചകന്മാരിൽ പരിമിതമാണ്. ആ പ്രവാചകന്മാരിൽ പരിമിതമായ അഭൗതിക സിദ്ധികൾ നമ്മൾ എല്ലാവർക്കും ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിങ്ങളെ കേവലം ഈ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അവിടെ പറഞ്ഞല്ലോ, ആരായാലും ഇബ്നു തൈമിയ്യ ആയിരുന്നാലും ഇബ്നു റുഷ്ദ് ആയിരുന്നാലും ഇബ്നു കസീർ ആയിരുന്നാലും റഹ്മത്തുള്ളാഹി അവരാര് തന്നെയായിരുന്നാലും അവർക്ക് അവരുടെ ലഭിച്ച പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ കാര്യങ്ങൾ പറയുന്നു. ആ പ്രമാണങ്ങൾ പരിശോധിക്കുന്നു. നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആർക്കും തെറ്റുപറ്റാം. ആ പ്രമാണങ്ങൾ പരിശോധിക്കുന്നു. പ്രമാണങ്ങൾ പ്രകാരം അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു. അതല്ല, പ്രമാണങ്ങൾ പ്രകാരം അവർ പറഞ്ഞതിന് തെളിവില്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല, ആദരിക്കുന്നില്ല, അത് തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇതായിരിക്കണം. അത് പ്രസ്ഥാന വ്യത്യാസമൊന്നും വേണ്ട ആവശ്യമില്ല. അതിന് പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിത മാർഗരേഖ അങ്ങനെയാകണം. അപ്പോഴാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തവരായി മാറുക. പരിശുദ്ധ ഖുർആനിലൊരു കാര്യം, ഒരു പണ്ഡിതൻ നമ്മളോടൊരു കാര്യം പറയുന്നു. അത് ആര് തന്നെയായിരുന്നാലും, ഇന്ന് ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ഉന്നതന്മാരാകട്ടെ, ഇനി ഉന്നതന്മാരെല്ലാം നമ്മൾ വിചാരിക്കുന്ന ആളുകളാകട്ടെ, ആര് തന്നെയായിരുന്നാലും അവരൊരു കാര്യം പറയുന്നു മതത്തിൻ്റെ വിഷയത്തിൽ. അവരതിന് തെളിവ് നൽകുന്നു. ആ തെളിവ് പരിശോധിക്കുക. പരിശോധിച്ച് ആ തെളിവ് അവർ പറഞ്ഞതിന് ഉപോത്ബലകമാണെങ്കിൽ അത് സ്വീകരിക്കുക. അതല്ല, ഇപ്പോൾ പിഞ്ഞാണ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു.
പിഞ്ഞാണം എഴുതുന്നതിന് ഇബ്നു തീമിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല, ഇബ്നു തീമിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം സ്വീകരിച്ച തെളിവ് എവിടെ നിന്നാണ് നോക്കുക. ആ തെളിവ് ഓതന്റിക് ആണോ? ആ തെളിവ് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണോ? പരിശുദ്ധ ഖുർആനിലുള്ളതാണോ? പരിശുദ്ധ ഖുർആനിൽ തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിലുള്ളതാണോ? പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണോ? സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയതാണോ? എങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആനിലോ പ്രവാചക ചര്യയിലോ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഉപോത്ബലകമായ തെളിവുകളില്ല എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം, ഏത് ഗ്രന്ഥത്തിലായിരുന്നാലും. ഇതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നുള്ള ബർക്കത്തെടുക്കലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നുള്ള ബർക്കത്തെടുക്കൽ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. സഹാബത്ത് അത് ചെയ്തിട്ടുണ്ട് എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. പക്ഷേ ഇത് പിൽക്കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന ആളുകൾക്ക് മുഴുവനും ഈ രൂപത്തിൽ ബർക്കത്തെടുക്കാനുള്ള തെളിവായി മാറുമോ? തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുള്ള ആളുകൾ, അശറത്തുൽ മുബശ്ശിരീൻ എന്നറിയപ്പെടുന്ന സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മായ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ, അവർ ജീവിച്ചിരുന്ന സഹാബി സമൂഹം, ആ സഹാബി സമൂഹം എങ്ങനെ ഇതിനെ മനസ്സിലാക്കി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ സഹാബി സമൂഹം നിങ്ങൾ പറയുന്ന ഏത് തെളിവാണെങ്കിലും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതേപോലെ തന്നെ ആദിമ നൂറ്റാണ്ടുകാർ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കിയത് എന്ന് നോക്കുക. അവിടെ നമ്മുടെ വകയായ ഒരു തെളിവുണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നാലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നാലും അതല്ല ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നാലും മഹാന്മാരായ മനുഷ്യന്മാർ, ഈ മഹാന്മാരായ ആളുകൾ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് ലഭിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ആ തെളിവുകൾ പരിശോധിക്കുന്നു. അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആദരിച്ചുകൊണ്ട് തന്നെ ആ തെളിവുകൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നില്ല. തെളിവുകൾക്ക് കുഴപ്പമില്ലേ? സ്വീകരിക്കാം, അതിൽ യാതൊരു കുഴപ്പമില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കേവലമായ പ്രാർത്ഥനയാണ്, മറ്റൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള മന്ത്രിച്ചൂതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. അതെന്താണ്? പരിശുദ്ധ ഖുർആനിലെ പ്രത്യേകമായ സൂറത്തുകൾ ഉണ്ടല്ലോ, മുഅവ്വിദത്തൈനെ പോലെയുള്ള, അതേപോലെ ആയത്തുൽ കുർസിയിനെ പോലെയുള്ള ആയത്തുകളും സൂറത്തുകളും. ഈ സൂറത്തുകൾ ഓതുകയും എന്നിട്ട് കയ്യിൽ അദ്ദേഹം ഊതുകയും എന്നിട്ട് സ്വയം ശരീരത്തിൽ തടവുകയും ചെയ്തിരുന്നു എന്നതിന് പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ തെളിവ് നൽകുന്നുണ്ട്, ഹദീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. അതേസമയം അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും അതൊരു ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യുന്ന ഏർപ്പാടിനെ സഹാബത്ത് തെളിവ് കണ്ടെത്തിയിരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് തെളിവുണ്ട് എങ്കിൽ ആ തെളിവ് നമുക്ക് പരിശോധിക്കാം, പഠിക്കാം. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ആളാണ്. എൻ്റെ പേര് രാജു, നേരത്തെ പരിചയപ്പെട്ടയാണ്. കരുനാഗപ്പള്ളി കന്നറ്റിക്കടുത്ത് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് നിസ്കാരക്രമത്തിൻ്റെ ഒരു പുസ്തകവും യാസീൻ്റെ ഒരു പുസ്തകവും എനിക്ക് കിട്ടിയായിരുന്നു. ഒരിക്കൽ ഞാനത് ഒരു ഇസ്ലാമിക വേഷത്തിലൊക്കെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്ന് യാസീൻ ഓതി. അന്നേരം എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, പൊന്നു മോനെ നീ മടക്കി വെച്ച് ആൾക്കാർ വന്ന് നിന്നെ തല്ലിക്കൊല്ലും എന്ന് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കി. ഞാനതങ്ങ് മടക്കി വെച്ച് പിന്നെ ആരും കാണാതെ നമസ്കരിക്കാൻ ശ്രമം നടത്തി. അപ്പം ഞാൻ സുന്നത്ത് ചെയ്യാത്ത ഒരു അമുസ്ലിമാനായ എനിക്ക് എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമസ്കരിക്കുന്നതിനും യാസീൻ ഓതുന്നതിനും പരിശുദ്ധ ഖുർആൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ദോഷം വരുമോ? അത് അനുവദനീയമാണോ എന്നുള്ള കാര്യം വെളിപ്പെടുത്തി തരണം. ഒരു ഹിന്ദുവായ ഞാൻ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ പറ്റുമോ? യാസീൻ ഓതാൻ പറ്റുമോ? ഇതിന് ഖുർആൻ വല്ല തടസ്സം പറയുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒന്നാമതായി തന്നെ ഒരു മുസ്ലിമിന് മാത്രമേ നമസ്കരിക്കാൻ പറ്റൂ. ഇത്ര വർഗീയവാദിയോ ഇയാൾ ചോദിക്കണ്ട. നമസ്കാരം കേവലം ഒരു ആംഗ്യമാണെങ്കിൽ ആർക്കും നമസ്കരിക്കാം.
കേവലം കുറേ വാചകങ്ങളാണെങ്കിൽ ആർക്കും നമസ്കരിക്കാം. പക്ഷേ നമസ്കാരം യഥാർത്ഥത്തിൽ എന്താണ്? സർവശക്തനായ തമ്പുരാനുമായി നടത്തുന്ന ആശയ സംഭാഷണമാണ്. അവനുമായി നടത്തുന്ന സംഭാഷണം, പൂർണ്ണമായ അർത്ഥത്തിലുള്ള സംഭാഷണം. അവനാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനാണ് താൻ. എൻ്റെ ഹൃദയത്തിൽ അവനെപ്പോലെ ഞാൻ മറ്റാരെയും സ്നേഹിക്കുന്നില്ല. അവൻ എന്നെയാകട്ടെ ഈ ഭൂമുഖത്ത് ആരും സ്നേഹിക്കാത്ത രൂപത്തിൽ എന്നെ അവൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവനെ അങ്ങനെ തന്നെ അറിഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് നമസ്കാരം. അവിടെ ആ നമസ്കാരത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് എന്താണ്? അവനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണ്ടേ? ആ പ്രതിഷ്ഠയാണ് യഥാർത്ഥത്തിൽ. ആ പ്രതിഷ്ഠിക്കണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ഹൃദയത്തിലുള്ള ബാക്കിയുള്ളവരെ മുഴുവനും എടുത്ത് പുറത്തിടണം. അല്ലാതെ അവനെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ നാഥന്മാരായി ഞാൻ സ്വീകരിച്ച ബാക്കിയുള്ളവരെ മുഴുവനും പുറത്ത് നിഷ്കാസനം ചെയ്താൽ മാത്രമേ അവൻ എൻ്റെ സ്രഷ്ടാവായ തമ്പുരാൻ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായി എനിക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നാട്ടുകാരുടെ മുഴുവനും ചിത്രവുമായി നിൽക്കുന്ന സകല പുരുഷന്മാരെയും ആഗ്രഹിക്കുന്ന, സകല പുരുഷന്മാരുമായും ശരീരം പങ്കിടുന്ന ഒരു സ്ത്രീ, അവൾ നമ്മളോടും പറയുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ നാഥൻ നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇതേപോലെ ഒരുപാട് ആളുകളില്ലേ, ഞാൻ അങ്ങോട്ട് ആ ഹൃദയത്തേക്ക് ഏതായാലും ഞാനില്ല അല്ലേ? ഉറപ്പല്ലേ? ആ ഹൃദയത്തേക്കിലേക്ക് ഏതായാലും ഞാനില്ല. സർവശക്തനായ തമ്പുരാന് കൊടുക്കേണ്ട എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, അതിനു പകരം മറ്റു പലരെയും എൻ്റെ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്നു ഞാൻ. അതെടുത്ത് പുറത്തിടുക എന്ന കർമ്മമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഞാൻ നിർവഹിക്കുന്നത്. ലാ ഇലാഹ എന്ന നിഷേധമാണ് ആദ്യം. അഥവാ സർവേശ്വരനല്ലാതെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എൻ്റെ ആരാധ്യന്മാരെ പൂർണ്ണമായി ഞാൻ നിഷ്കാസനം ചെയ്യുകയാണ്. ഒരാരാധ്യനുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിലെ സകല വിഗ്രഹങ്ങളും ശവകുടീരങ്ങളും വ്യാജദൈവങ്ങളും മനുഷ്യദൈവങ്ങളും ആൾദൈവങ്ങളും സകല ആരാധ്യന്മാരും എടുത്ത് പുറത്തു പോകുന്നു. പിന്നീട് ഞാൻ എന്നെ അറിയാവുന്ന, എനിക്ക് നന്മ മാത്രം വരുത്തുന്ന എൻ്റെ കരുണാനിധിയായ തമ്പുരാനെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഇല്ലല്ലാ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ആ ലാ ഇലാഹ ഇല്ലല്ലാ ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് സർവശക്തനായ തമ്പുരാനുമായി സംവേദിക്കുവാൻ സാധ്യമല്ല തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാ ഉൾക്കൊണ്ട ഒരാളുടെ പേരാണ് താനും മുസ്ലിം. ലാ ഇലാഹ ഇല്ലല്ലാ ഉൾക്കൊണ്ട ഒരാളുടെ പേരാണ് മുസ്ലിം, അതല്ലാതെ ഒരു പ്രത്യേക ജാതിയിൽ പറഞ്ഞ ഒരാളുടെ പേരല്ല. അതുകൊണ്ടാണ് ഒരാൾ മുസ്ലിം ആകുമ്പോൾ ആദ്യമായി പറയണമെന്ന് പറഞ്ഞത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്. അഥവാ എൻ്റെ ജീവിതം പൂർണ്ണമായി സാക്ഷ്യമാണ് സർവേശ്വരനായ തമ്പുരാനല്ലാതെ ആരാധ്യനില്ല എന്നതിന്. എൻ്റെ മനസ്സിൽ ഇനി സർവേശ്വരനായ തമ്പുരാനേയുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ എങ്ങനെ ആരാധിക്കണം? എൻ്റെ ജീവിതത്തെ ആരാധന എന്ന് പറയുമ്പോൾ കേവലം നമസ്കാരം മാത്രമല്ല. ആരാധന എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗവും സർവേശ്വരനായ തമ്പുരാൻ്റെ വിധിവിലക്കുകൾ പ്രകാരം പരിവർത്തിപ്പിക്കുന്നതാണ്. അത് ഞാനിങ്ങനെ നമസ്കരിച്ചിറക്കുന്ന ഒരാൾ കള്ളും കുടിച്ചിറക്കണമെങ്കിൽ അതിലർത്ഥമല്ല. വ്യഭിചരിച്ചിറക്കണമെങ്കിൽ അതിലർത്ഥമല്ല. കച്ചവടം നടത്തണമെങ്കിൽ അതിലർത്ഥമല്ല. പലിശ വ്യാപാരിയാണ്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പലിശയാണ്, കച്ചവടം, പകല പലിശ, ലോട്ടറി, ചൂതുകളി, എല്ലാ പരിപാടിയുണ്ട്. ഇതൊന്നും അർത്ഥമില്ല. ഒരാളുടെ ജീവിതത്തിൽ പൂർണ്ണമായി സർവേശ്വരനായ തമ്പുരാൻ്റെ വിധിവിലക്കുകൾ പ്രകാരമാകണം. അതാകണമെങ്കിൽ ആ വിധിവിലക്കുകൾ പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തി ഉണ്ടാകണം. ആ വിധിവിലക്കുകൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിന് നമ്മുടെ മുന്നിൽ ഒരു മോഡൽ ഉണ്ടാകണം. ആ മോഡലുകളായിരുന്നു പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതേപോലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പോലെ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു ജീവിതവും ഈ ഭൂമി ദുനിയാവിലില്ല. ഞാനിത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് പറയുന്നത്. 14 നൂറ്റാണ്ട് മുമ്പത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ രേഖപ്പെടുത്തിയതുപോലെ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു ജീവിതവും ഈ ഭൂമിയിലില്ല. ആ ജീവിതം എന്താണെന്നറിയോ? ഇപ്പൊ ഗാന്ധിജിനെ കുറിച്ച് എനിക്കൊരു ബുക്ക് എഴുതാം, വേറൊരാൾക്ക് വേറൊരു ബുക്ക് എഴുതാം, ഏതിലുള്ളതാണ് ശരിയെന്ന് ആർക്കും അറിയില്ല.
ഏതിലുള്ളതാണ് ശരിയെന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുൻപ് ചരിത്രത്തിന്റെ പച്ചയായ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആർക്കും ഒന്നും ആരോപിക്കാൻ പറ്റൂല. പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കി പറയാൻ പറ്റുമോ? എന്നിട്ടൊരു പുസ്തകം ഇറക്കാൻ പറ്റുമോ? ഇറക്കിയാൽ ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇസ്ലാമിക ഹദീസുകൾ പ്രവാചക ജീവിതത്തെ അളക്കുവാൻ വേണ്ടിയുള്ള മാർഗരേഖയുണ്ട്. അതിൻ്റെ അടുത്ത് കണ്ട് പോയാൽ ഡും എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാണാം. കാരണം അതിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പറ്റൂല. അത്രയും കൃത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഞാൻ പറയുന്നത് ആ ജീവിതത്തിൽ ഓരോ തലങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം എന്നറിയോ? കക്കൂസിലേക്ക് ഏത് കാലെടുത്ത് വെച്ചിട്ടാണ് പ്രവാചകൻ കയറിയത് എന്ന് മുതൽ, വീട്ടിലേക്ക് കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദ എന്തായിരുന്നു എന്ന് മുതൽ, ഭാര്യമാരുമായി സഹവർത്തിക്കുമ്പോൾ അദ്ദേഹം പാലിച്ചിരുന്ന മര്യാദകൾ എന്തായിരുന്നു എന്ന് മുതൽ, അന്താരാഷ്ട്ര വ്യവഹാര രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് വരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി രേഖപ്പെടുത്തും. ആ രേഖ നമ്മുടെ മുന്നിൽ ഒരു പൂർണ്ണ മനുഷ്യന്റെ ചിത്രം വരച്ചു കാണിക്കുന്നു. അത് അനുധാവനം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായി? നമ്മുടെ ആരാധനകൾ പടച്ചതമ്പുരാന് മാത്രമായി. ആ അനുധാവനം ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് രണ്ടാമത്തെ ഷഹാദത്തിലൂടെ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇവിടെ ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം, വേറൊന്നുമില്ല. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സ്വയം ബോധ്യത്തോടുകൂടി ചെല്ലിയാൽ അയാൾ മുസ്ലിമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ബോധ്യത്തോടുകൂടി ചെല്ലിയ ഒരാൾക്ക് മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിൽ സർവശക്തനായ തമ്പുരാന് മുന്നിൽ നമസ്കരിക്കാൻ കഴിയൂ. അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ നമസ്കരിക്കുന്നവരാണോ മുസ്ലിങ്ങൾ എന്ന് ചോദിച്ചാൽ എനിക്ക് അതേന്ന് ഉത്തരം പറയാനൊന്നും കഴിയില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാധകമാണ്. മുസ്ലിങ്ങൾക്ക് പഠിച്ച തമ്പുരാനെ പൂർണ്ണമായി ബോധ്യപ്പെടാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെപ്പിടി വിദ്യ കാണിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലോടുന്നു. ഇപ്പം എന്താ? ഗുരുവിൻ്റെ പിന്നിൽ കുറേ ആളുകൾ, ഡബിൾ ഗുരുവിൻ്റെ പിന്നിൽ കുറേ ആളുകൾ, ട്രിപ്പിൾ ഗുരുവിൻ്റെ പിന്നിൽ കുറേ ആളുകൾ, ഏത് മനുഷ്യ ദൈവം വന്നാലും ആളുകൾ കുറേ, ആൾ ദൈവത്തിൻ്റെ പിന്നിലാൾ, പുരുഷ ദൈവത്തിൻ്റെ പിന്നിലാൾ, സ്ത്രീ ദൈവത്തിൻ്റെ പിന്നിലാൾ, എല്ലാത്തിലും മാപ്പിള പേരുള്ള ആളുകളുണ്ട്. എന്താ കാരണം? ഏത് മനസ്സമാധാനത്തിന് ശാന്തിക്ക് വേണ്ടിയുള്ള എന്ത് ഏർപ്പാടുണ്ടെങ്കിലും അവിടെ എല്ലാം ആളുണ്ട്. എന്താ കാരണം? യഥാർത്ഥത്തിൽ പഠിച്ച തമ്പുരാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയാത്ത. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമസ്കാരമാകണമെങ്കിൽ പഠിച്ച തമ്പുരാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. അപ്പോൾ ഈ ഷഹാദത്ത് ചെല്ലിയേ പറ്റൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഹൃദയത്തിൽ പൂർണ്ണമായി പ്രതിഷ്ഠിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ നമസ്കാരത്തിന് ചൈതന്യം ഉണ്ടാവും. അതില്ലെങ്കിൽ കേവലം ആംഗ്യം കൊണ്ട് നമസ്കരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരുമൊന്നുമില്ല ഭൗതികമായി, പക്ഷെ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവില്ല. യാസീൻ ഓത്തിൻ്റെ കാര്യം തന്നെയാണ്. യാസീൻ ഓതുക എന്ന് പറയുമ്പോൾ ഏത് ഖുർആനിലെ സൂറത്തുകളാണെങ്കിലും ഓതണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് പൂർണ്ണമായി നമ്മളെന്താ ഖുർആൻ? പടച്ച തമ്പുരാൻ നമ്മളോട് സംസാരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. ദൈവത്തിൻ്റെ സംസാരമാണ് ഖുർആൻ. ആ പടച്ച തമ്പുരാൻ്റെ സംസാരം നമ്മൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അവനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഷഹാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലാതെ നിങ്ങൾ യാസീനോ ഖുർആനോ പഠിക്കുന്നു എന്നുള്ളതുകൊണ്ടോ വായിക്കുന്നു എന്നുള്ളതുകൊണ്ടോ വേറെ ആകാശമൊന്നും പൊളിഞ്ഞു വീഴൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഭൗതികമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പഠിക്കണം, പരിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രവാചക ജീവിതചര്യ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ആ ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കി നേരത്തെ പറഞ്ഞതുപോലെ സർവശക്തനായ തമ്പുരാൻ അവനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവനെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ സന്നദ്ധമാവുക. അതിനുശേഷമാണ് കർമ്മങ്ങൾ കടന്നു വരുന്നുള്ളൂ. ആ കർമ്മങ്ങൾക്കല്ല നമ്മൾ ഇപ്പോൾ പഠനത്തിൻ്റെ കാലത്ത് പ്രാധാന്യം നൽകേണ്ടത്, മറിച്ച് വിശ്വാസങ്ങൾക്കാണ്, പഠനത്തിനാണ്. ആ വിശ്വാസവും പഠനം നിർവഹിക്കുക, ഖുർആനിനെ കുറിച്ച് പഠിക്കുക, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അതേപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസങ്ങളെക്കുറിച്ച് പഠിക്കുക. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷഹാദത്ത് കടന്നു വരുന്നത് എന്നും മനസ്സിലാക്കുക. എൻ്റെ പേര് ഷാജർ പുളിയന്തോടൻ, സ്യാകണ്ഠം. ആദ്യ നബിക്ക് സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ആദ്യ നബിയെ സ്വർഗത്തിൽ കയറി ഇബ്ലീസ് എങ്ങനെയാണ് വഴിവേപ്പിച്ചത്, സ്വർഗത്തിലേക്ക് വീണ്ടും പുറത്താക്കപ്പെട്ട ഒരാൾക്ക് കയറാൻ സാധിക്കും? ആദം നബിക്കിനെ സുജൂദ് ചെയ്യാത്തതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കി. പിന്നീട് എങ്ങനെയാണ് ഇബ്ലീസ് സ്വർഗത്തിലേക്ക് വീണ്ടും വന്നതെന്നാണ് ചോദ്യം അല്ലേ? ആദമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി വീണ്ടും സ്വർഗത്തിലേക്ക് വന്നു എന്നല്ലേ? എന്നിട്ട് എങ്ങനെ ആദ്യ നബിനെ സ്വർഗത്തിന് വഴി തെറ്റിച്ചു, അതിനുവേണ്ടി ഇബ്ലീസ് പിന്നീട് വന്നത് എങ്ങനെയാന്നല്ലേ? ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന്
കാലാകാലത്തിലേക്ക് പുറത്താക്കിയതായി ആദ്യം പറഞ്ഞിട്ടില്ല, ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നീ ഇവിടെ നിന്ന് പോവുക എന്നുള്ള പടച്ച തമ്പുരാന്റെ കൽപ്പന ആ സദസ്സുമായി ബന്ധപ്പെട്ടതാണ്. സ്വർഗത്തിൽ നിന്ന് പോകുവാൻ, കാലാകാലത്തിലേക്കായി പുറത്താക്കുവാൻ ഉള്ള കൽപ്പന ഉണ്ടായത് എപ്പോ മാത്രമാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഴി തെറ്റിച്ചതിന് ശേഷം മാത്രമാണ്. അതല്ലാതെ മുൻപ് ആദം നബിയെ സുജൂദ് ചെയ്യാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന്, ആ സ്വർഗം എന്നുള്ളത് തന്നെ പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് മരണാനന്തര ജീവിതത്തിലെ ലഭിക്കുവാനുള്ള സ്വർഗമാണോ അതല്ല പടച്ച തമ്പുരാന്റെ മറ്റൊരു സൃഷ്ടിയാണോ എന്നല്ല, അതൊന്നും നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇതിൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഉള്ള പുറത്താക്കൽ എന്തെല്ലാം സ്വർഗത്തിൽ നിന്നുള്ള ശാശ്വതമായ പുറത്താക്കലല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദം നബിയോട് ഇബ്ലീസിനോട് എന്തിനാണ് അള്ളാഹ് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞേ? അള്ളാഹ് പറഞ്ഞു എൻ്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു. ആദം നബിയോട് എന്തിനാണ് പടച്ചോൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞതെന്നാണ് ചോദ്യം. അത് പടച്ചോനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. പടച്ച തമ്പുരാൻ കൽപ്പിച്ചാൽ ഏത് കൽപ്പനയും അനുധാവനം ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ് എന്നതാണ് പടച്ച തമ്പുരാനോടുള്ള സുജൂദിന്റെ തന്നെ അർത്ഥം. അത് മനസ്സിലാക്കുക. പടച്ച തമ്പുരാനെ സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം വേറൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഒരു മനുഷ്യൻ കൽപ്പിച്ചാൽ, ഒരു മനുഷ്യൻ പറയുകയാണെന്ന് വിചാരിക്കുക, ഏറ്റവും വലിയ പീഡിപ്പിച്ചുകൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കുക, ഒരിക്കലും നമുക്കൊന്നും കഴിയില്ല. ഇത് പടച്ച തമ്പുരാന്റെ മുന്നിൽ എന്തും സമർപ്പിക്കാൻ, അഥവാ പടച്ച തമ്പുരാൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ സന്നദ്ധനാണ് എന്നതിനുള്ള പ്രതീകാത്മകമായ പ്രകടനമാണ് സുജൂദ്. ആ സുജൂദ് പടച്ച തമ്പുരാൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാം എന്നതിനുള്ള പ്രകടനമാണ്. ആ സുജൂദ് പടച്ചോൻ നമ്മളോട് വേറെ ആരോടെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ചെയ്യും. പടച്ചോൻ കൽപ്പിച്ചു എന്ന് ഉറപ്പ് കിട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് മലക്കുകളോട് പടച്ച തമ്പുരാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ആ കൽപ്പിച്ചാൽ ആ കൽപ്പന നിറവേറ്റുക എന്നുള്ളതാണ് മലക്കുകളുടെ കർത്തവ്യം, മനുഷ്യന്റെ കർത്തവ്യം അത് തന്നെ. ആ കർത്തവ്യം നിറവേറ്റുന്ന വിഷയത്തിൽ ജിന്നു വർഗത്തിൽപ്പെട്ട പിശാജ് ഇബ്ലീസ് അലംഭാവം കാണിച്ചു. അതുകൊണ്ടാണ് ശിക്ഷ ഉണ്ടായത്. ഹൈന്ദവത ഇസ്ലാം എന്ന ഈ തുറന്ന സ്നേഹ സംവാദത്തിൽ വിഷയാവതരണത്തിൽ നിന്നും ശേഷം നടന്ന ചില ചോദ്യങ്ങളുടെ മറുപടിയിൽ നിന്നും ഇസ്ലാമും ഹൈന്ദവ ദർശനങ്ങളും ഏകദൈവ സിദ്ധാന്തങ്ങളെയാണ് അംഗീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിലൂടെ ഹൈന്ദവ ദർശനം ഏകദൈവത്തെ അംഗീകരിക്കുന്നു നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ ഹൈന്ദവത ബഹുദൈവ ആരാധനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പറ്റം ഹൈന്ദവ സഹോദരങ്ങൾ ഗുരുവായൂരിൽ പോയി അവിടെ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നു, സൃഷ്ടിപൂജ ഇസ്ലാമിലും ഹൈന്ദവ മതത്തിലും ഇല്ല എന്നും വിഷയാവതരണത്തിൽ നിന്നും ശേഷമുള്ള മറുപടി നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്കിൽ ഈ ഗുരുവായൂരിൽ പോയി സൃഷ്ടിപൂജ നടത്തുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഹൈന്ദവാദർശങ്ങൾ അംഗീകരിക്കാത്തവരാണെന്നും അതുപോലെ അവർ ബഹുദൈവ ആരാധകരാണെന്നും നമുക്ക് പറയേണ്ടി വരില്ലേ? അതുപോലെ തന്നെ ഇസ്ലാമും ഏകദൈവ ആദർശത്തെ അംഗീകരിക്കും നിങ്ങൾ പറയുമ്പോൾ ഈ ചെമ്മാടിൻ്റെ അടുത്ത പ്രദേശമായ മമ്പുറത്ത് പോയി പല ആളുകളും അവിടെ വ്യക്തിപൂജ സൃഷ്ടിപൂജ നടത്തുന്നുണ്ട്. ആ ഇസ്ലാം ഏകദൈവത്തെ അംഗീകരിക്കുമ്പോൾ ഒരു സൃഷ്ടിയെ പൂജിക്കുന്നത് ബഹുദൈവാരാധന ആവുകയും ബഹുദൈവാരാധന ഇസ്ലാമിൽ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഇസ്ലാമിൽപ്പെട്ടവനല്ല എന്ന് പറയേണ്ടി വരും. ഇതിനെക്കുറിച്ച് അക്ബർ സാർ വിശദീകരിച്ചാലും. അബ്ദുള്ള, കോഴിക്കോട് പേര്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് സുഹൃത്തിന് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം അത് ഇസ്ലാമാണ്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശമാണ് ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ഹൈന്ദവ ദർശനം എന്ന് പറയുമ്പോൾ ആ ഹിന്ദു മതം ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഇന്ത്യയിലുണ്ടായ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നുവെങ്കിൽ ആ പദപ്രയോഗം കൊണ്ടുള്ള വിവക്ഷ അതാണെങ്കിൽ പല വീക്ഷണങ്ങളും പല രൂപങ്ങളും ഉണ്ട്, പല രൂപങ്ങളുണ്ട്. ഇപ്പോൾ ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ആശയങ്ങൾക്ക് ദാർശനികമായ അടിത്തറ നൽകുന്ന ഗ്രന്ഥങ്ങൾ ഹൈന്ദവ ആദർശത്തിൻ്റെത് തന്നെ ഉണ്ട്, പുരാണങ്ങളുണ്ട്. അതേപോലെ തന്നെ സൃഷ്ടിപൂജക്ക് ഉപോത്ബലകമായി ഈ അദ്വൈത ആദർശത്തെയും മറ്റും നിർദ്ദേശിക്കുന്ന ഗ്രന്ഥങ്ങളും മറ്റ്
പരാമർശങ്ങളും പല ഗ്രന്ഥങ്ങളിലുണ്ട്. അത് നേരത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ഇവിടെ ഏതെങ്കിലും ആളുകൾ മുസ്ലിങ്ങളല്ല ആണോ അല്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. സൃഷ്ടികൾ ആര് തന്നെയായിരുന്നാലും, അത് എത്ര ഉന്നതന്മാരായിരുന്നാലും അധമന്മാരായിരുന്നാലും, അവരൊന്നും തന്നെ ആരാധിക്കപ്പെട്ടുകൂടാ, വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടുകൂടാ. അവരെ എല്ലാവരെയും ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അവർ പ്രവാചകന്മാരാണെങ്കിൽ അവരെ അനുധാവനം ചെയ്യേണ്ടതുണ്ട്. മഹാന്മാരാണെങ്കിൽ, ദൈവിക മാർഗദർശന പ്രകാരം ജീവിച്ചവരാണെങ്കിൽ അവരുടെ പാത പിന്തുടരേണ്ടതുണ്ട്. പക്ഷെ അവരെ ആരെയും ആരാധിച്ചുകൂടാ. ഇസ്ലാം സവിശേഷമായി സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇവിടെയാണ്. എന്തുകൊണ്ടെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ മുഴുവനും ആദരിക്കുകയും അവരെ അനുഗമിക്കുകയും ചെയ്യുകയാണ് ഒരു മുസ്ലിമിൻ്റെ കർത്തവ്യം. ആ പ്രവാചകന്മാരെ മുഴുവനും ആദരിക്കുന്ന ഒരു മുസ്ലിം ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ആദർശങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ പ്രവാചകന്മാരെ ആദരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ യേശു ക്രിസ്തുവിനെ ആദരിക്കുമ്പോൾ അയാൾ മുസ്ലിമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഒരാൾ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ആര് തന്നെയായിരുന്നാലും, ഇന്ത്യയിൽ ജീവിച്ച ഏതൊരു പുണ്യ പുരുഷനായിരുന്നാലും അയാളെ ആദരിക്കുമ്പോൾ അയാൾ മുസ്ലിമാണ്. അതേസമയം ആ പുണ്യപുരുഷന്മാരെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ഇത് കേവലം വൈദേശികമായ പുറത്തുള്ള വ്യത്യാസം മാത്രമല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാ രംഗവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുക്രമം ചെയ്തുകൊണ്ട് അതേപോലെ യാകണമെന്ന് ആഗ്രഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ, അദ്ദേഹത്തെ അനുധാവനം ചെയ്യുമ്പോൾ ഒരാൾ മുസ്ലിമാണ്. എന്നാൽ അദ്ദേഹത്തെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യം. എന്നാൽ ഈ ആരാധന എന്താണ് എന്നുള്ള വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സൃഷ്ടാവായ തമ്പുരാൻ, ആ സൃഷ്ടാവായ തമ്പുരാന് മാത്രം നൽകേണ്ട അവൻ്റെ അവകാശമായിട്ടാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ആരാധനയുടെ എല്ലാ വശങ്ങളെയും പഠിപ്പിക്കുന്നത്. ആരാധനയാകട്ടെ, ആരാധനയുടെ മജ്ജയാകട്ടെ, ആരാധനയുടെ അടിത്തറയാകട്ടെ, അദ്ദുആ ഹുവൽ ഇബാദ എന്നുള്ള വചനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആരാധന. തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ മുഴുവനും ആരാധനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ ആർക്ക് ചെയ്താലും അത് അവർക്കുള്ള ആരാധനയാണ്. ആർക്ക് തന്നെയായിരുന്നാലും, അത് പുണ്യപുരുഷനായിരുന്നാലും, ശവകുടീരമായിരുന്നാലും, വിഗ്രഹമായിരുന്നാലും, അതല്ല മനുഷ്യ ദൈവമായിരുന്നാലും, ജീവിച്ചിരിക്കുന്ന പുണ്യപുരുഷന്മാരായിരുന്നാലും, ആര് തന്നെയായിരുന്നാലും, അത് മുസ്ലിം ചെയ്താലും, ഹിന്ദു ചെയ്താലും, ക്രിസ്ത്യാനി ചെയ്താലും, ആര് തന്നെ ചെയ്താലും ആ വ്യക്തിക്കുള്ള ആരാധനയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ്. സംശയമൊന്നുമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞതുപോലെ ആരെയെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനോ ഇസ്ലാമിൻ്റെ അകത്താക്കുവാനോ ഉള്ള ഉത്തരവാദിത്തം നമുക്കില്ലാത്തത് കൊണ്ട് ആദർശപരമായി എന്താണ് ഇസ്ലാമികമായ ആദർശമെന്ന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുകയും ആ ഇസ്ലാമികമായ ആദർശത്തിന് വിരുദ്ധമായ ആദർശങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് നിർവാഹമായിട്ടുള്ളൂ. ഞാനിവിടെ സൂചിപ്പിച്ചു, കൃത്യമായി പറഞ്ഞു, സൃഷ്ടാവായ തമ്പുരാൻ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനാദർശം. അത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശമാണ്. ആ പ്രവാചകന്മാരിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നവരുണ്ട്, പുറത്ത് പല സ്ഥലങ്ങളിലേക്ക് വന്നവരുണ്ട്. ആ പ്രവാചകന്മാരുടെ മുഴുവനും പിൻഗാമിയായി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം ആരാധിക്കുവാൻ, അദ്ദേഹത്തെ അടക്കം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് നൽകുന്ന അറിവ്. അത് കൊണ്ട് തന്നെ ഒരു മുസ്ലിം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കർമ്മവും ശരിയാവുകയില്ല, ഒരു കർമ്മവും തെറ്റാവുകയുമില്ല. ഒരു മുസ്ലിം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കർമ്മവും തെറ്റാവുകയുമില്ല. സൃഷ്ടാവായ തമ്പുരാനല്ലാത്തവരെ ആര് ആരാധിച്ചാലും അത് ഇസ്ലാമിക വീക്ഷണത്തിൽ ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത്
ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണ്, ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ്, തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനമാണ് എന്നാണ് എനിക്ക് വിഷയകമായി സൂചിപ്പിക്കുവാനുള്ളത്. ഹൈന്ദവ ദർശനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ സുഹൃത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായി തോന്നുന്നു. ഹിന്ദു മതത്തിൻ്റെ എല്ലാ ആധികാരിക ഗ്രന്ഥങ്ങളും ഏകദൈവ ആരാധന മാത്രം ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്രഷ്ടാവായ തമ്പുരാൻ പറഞ്ഞയച്ച പ്രവാചകന്മാർ, ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളുടെ സ്വാധീനം ഇന്ന് നിലനിൽക്കുന്ന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പോലും ഉണ്ട് എന്നതിനുള്ള തെളിവായിക്കൊണ്ടാണ് നമ്മൾ ഈ ഏകദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട, ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പറഞ്ഞത്. അതേസമയം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ തന്നെ ബഹുദൈവ ആരാധനയിലേക്ക് സ്വാധീനിക്കുന്ന, ബഹുദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ആ ബഹുദൈവ ആരാധനയെ ന്യായീകരിക്കുന്ന വചനങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. കേട്ടു. ഒരൊറ്റ ഉപചോദത്തിന് മാത്രം അവസരം നൽകിയത് കൊണ്ട് ഇനി ഞാൻ എന്ത് ചോദിച്ചാലും സാറുടെ മറുപടി അംഗീകരിക്കേ വകുപ്പുള്ളത് കൊണ്ട് ചെറിയൊരു ഉപചോദ്യം കൊണ്ട് മാത്രം നിർത്തുകയാണ്. തുറന്ന സ്നേഹസംവാദത്തിൽ നിരവധി ഉപചോദ്യങ്ങൾക്കുള്ള അവസരങ്ങൾ വരും സംവാദങ്ങളിൽ കൊടുക്കാൻ സാറ് തന്നെ അതിന് തീരുമാനമെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഉപചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിൽ സൃഷ്ടിപൂജ ഇല്ല, ഇസ്ലാം ഏകദൈവ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞു ഈ പല ആളുകളെയും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമാണ് ആരാധന എന്ന് സാറ് പറഞ്ഞതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്ന് പറയുന്ന അർത്ഥം താങ്കൾ നൽകിയത് പ്രാമാണികമായ പിന്തുണയോടുകൂടി തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആരാധനയും വിളിച്ചു പ്രാർത്ഥനയും രണ്ടാണ്. എല്ലാ പ്രാർത്ഥനയും ആരാധനയല്ല. അത് പ്രാമാണികമായി പിന്തുണയോടുകൂടി താങ്കൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ലെന്നാണ് വിശ്വാസം. എനിക്ക് അവസരമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് സാറ് പറഞ്ഞു, ആദരവിൻ്റെ വ്യക്തിപൂജയുടെ സൃഷ്ടിപൂജയുടെ മതമല്ലെങ്കിലും മഹാന്മാരെ ആദരിക്കുന്ന മതമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം കഅബയെ നമ്മൾ തവാഫ് ചെയ്യുന്നത് ആദരവ് കൊണ്ടാണ്. അതുകൊണ്ട് മഹാന്മാരായ ആളുകൾ, മഹത്തുക്കളായ മമ്പുറം തങ്ങളെപ്പോലെയുള്ള ആളുകളെ ആദരിക്കുകയും അവരുടെ സമീപത്ത് പോയി ആദരസൂചകമായി അവരോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്കൾക്ക് നന്ദി. സുഹൃത്തിനെന്തോ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതല്ല മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നടിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അദ്ദുആ എന്നതിന് മലയാളത്തിൽ നൽകാൻ കഴിയുന്ന അർത്ഥം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രാർത്ഥന എന്നാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. പിന്നീട് ആദരവ് എന്ന് പറയുമ്പോൾ ആദരവ് എങ്ങനെയാണ് ഓരോരുത്തരെയും ആദരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആദരവ് ഏതൊക്കെ തലത്തിലാകാം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്താണ്? എന്നെ ജൂത ക്രൈസ്തവർ അവരുടെ പ്രവാചകന്മാരെ ആദരിച്ചതുപോലെ നിങ്ങൾ ആദരിക്കരുത്. എൻ്റെ ഖബറിടത്തെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. ഇവിടെ ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും തന്നെ കൃത്യമായി വരച്ച് കാണിച്ചിട്ടുമുണ്ട്. അതെങ്ങനെയാണ്? പ്രവാചകൻ അനുധാവനം ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എല്ലാ തലത്തിലും അനുധാവനം ചെയ്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച ആശയങ്ങളെ പൂർണ്ണമായി സ്വന്തം ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് പ്രയോഗവൽക്കരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ടത്. ഇതേപോലെ തന്നെ മതത്തിൻ്റെ പേരിൽ നമ്മൾ ആരെയെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ ആ ആദരവിൻ്റെ അടിത്തറ എന്തായിരിക്കണം? അവർ ആദർശം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതായിരിക്കണം. അവർ സത്യസന്ധമായ ആദർശം പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് ആ ആദരവിൻ്റെ അടിത്തറയെങ്കിൽ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച സത്യസന്ധമായ ആദർശം, ആ മഹത്തുക്കളായ മനുഷ്യർ പഠിപ്പിച്ച, നമ്മളുടെ ആദരവിന് വിധേയമായ ആളുകൾ പഠിപ്പിച്ച സത്യസന്ധമായ ആദർശം, ആ ആദർശം അനുസരിച്ച് ജീവിക്കുവാനും
അവർ പഠിപ്പിച്ച പാതയിലൂടെ മുന്നോട്ട് പോകുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ ആദരവ് ആരാധനയിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം, അത് ഞാനിവിടെ സൂചിപ്പിച്ചു, എവിടെയായിരുന്നാലും ആര് തന്നെയായിരുന്നാലും ആ സമ്പ്രദായം ഇസ്ലാം അനുവദിക്കുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നടത്തിയ കൽപ്പനയാണ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, എന്നെ ജൂത ക്രൈസ്തവർ അവരുടെ പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും ചെയ്തതുപോലെ നിങ്ങൾ ആദരിക്കരുതേ, നിങ്ങൾ എൻ്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ആരാധനയും ആദരവും എവിടെ വേർതിരിക്കുന്നു എന്നത്. അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ കേവലമായ വളച്ചുകെട്ടിൻ്റെ മാർഗം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് മനോജ്, പന്തീരങ്കാവാണ് വീട്. ഇപ്പം താമസിക്കുന്നത് ശ്രാങ്കമ്പടി. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നൊരു സംശയമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. സംശയം എന്താ വെച്ചാൽ, പിന്നെ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരത്തിൻ്റെ വ്യത്യസ്തത ഈ സമയം വെക്കാനുള്ള കാരണം, അതിനുപരിയായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടി ഒന്ന് വിശദീകരിച്ച് തരണം. ആ സമയത്തിൻ്റെ കാര്യം. മനോജിൻ്റെ ചോദ്യം, 5 നേരത്തെ നമസ്കാരം, ആ നമസ്കാരം വെക്കാനുള്ള ആ 5 നേരം പറയാനുള്ള കാരണം ഇത് എന്തുകൊണ്ടാണ് എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കേണ്ടത് പടച്ച തമ്പുരാനാണ്. ആ പടച്ച തമ്പുരാൻ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇവിടെ നന്മയുടെയും തിന്മയുടെയും വിഷയത്തിൽ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ അത് അതേപോലെ ഉൾക്കൊള്ളുകയാണ് ഒരു മുസ്ലിമിൻ്റെ ധർമ്മം, കർത്തവ്യം. ഇപ്പം മദ്യം ഒരു മുസ്ലിം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? കരളിന് ക്യാൻസർ വരുന്നുള്ളത് കൊണ്ടല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ടല്ല, കുടുംബം തകർക്കും എന്നതുകൊണ്ടുമല്ല, മറിച്ച് എന്തുകൊണ്ടാ? പടച്ച തമ്പുരാൻ അത് പാടില്ല എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പന്നി മാംസം ഒരു മുസ്ലിം ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് നാടവിര വരുന്നുള്ളത് കൊണ്ടോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത് കൊണ്ടോ അല്ല, മറിച്ച് എന്തുകൊണ്ടാ? പടച്ച തമ്പുരാൻ അത് ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ സമർപ്പണത്തിന്റെ രീതി നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പന്നിമാംസത്തിന് തകരാറുണ്ട് എന്ന് നമ്മൾ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ മദ്യത്തിന്, കരളിന് ക്യാൻസർ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ഇപ്പോഴാണ് മെഡിക്കൽ സയൻസ് കണ്ടെത്തുന്നത്. ഇത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താ, പ്രവാചകൻ അത് നിരോധിച്ചു, പരിശുദ്ധ ഖുർആൻ നിരോധിച്ചു, അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ കൽപ്പനയാണ്, അത് അതേപോലെ പിന്തുടരുക എന്നുള്ളതാണ് കർമ്മങ്ങളുടെ വിഷയത്തിലുള്ള, ഈ നന്മതിന്മകളുടെ വിഷയത്തിലുള്ള മുസ്ലിമിന്റെ കാഴ്ചപ്പാട്. ഞാൻ പറയുന്നത് വിശദീകരണം കേവല വിശദീകരണം മാത്രമാണ്. മദ്യം കഴിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടല്ല? മദ്യം അസുഖം ഉണ്ടാകുന്നതുകൊണ്ടല്ല, പടച്ചോൻ കൽപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ്. 5 നേരത്തെ നമസ്കാരം ഇതേപോലെ തന്നെ 5 നേരം പടച്ചോൻ കൽപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് മുസ്ലിം 5 നേരം നമസ്കരിക്കുന്നത്, മറ്റ് കാരണങ്ങൾ കൊണ്ടല്ല. ഇനി പടച്ച തമ്പുരാൻ കൽപ്പിക്കാൻ എന്തായിരിക്കും കാരണം എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. ഈ രംഗത്ത് പടച്ച തമ്പുരാൻ ഒരു കാര്യം കൽപ്പിക്കുവാൻ എന്തായിരിക്കും അടിസ്ഥാനപരമായ കാരണം എന്ന് ഊഹിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. അതിനാണ് നമ്മൾ പരിശ്രമിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു നദി ഉണ്ടാവുകയും ഒരാൾ 5 നേരം ആ നദിയിൽ നിന്ന് കുളിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരത്തിൽ പിന്നീട് അഴുക്ക് എന്തെങ്കിലും അവശേഷിക്കുമോ? അനുചരന്മാർ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, എങ്കിൽ അതേപോലെയാണ് നിങ്ങളുടെ 5 നേരത്തെ നമസ്കാരം. ആ 5 നേരത്തെ നമസ്കാരം നിങ്ങൾ കൃത്യമായി പടച്ച തമ്പുരാൻ പഠിപ്പിച്ച രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങളിൽ പിന്നീട് പാപങ്ങൾ ഒന്നും അവശേഷിക്കുകയില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ഒരു മുസ്ലിം നമസ്കാരത്തിലൂടെ, ഓരോ നേരത്തെ നമസ്കാരത്തിലൂടെയും അയാളുടെ ദൈവവിശ്വാസവും ആത്മീയതയും പടച്ച തമ്പുരാനോടുള്ള ആ കൂറും അവനോ ജീവിതത്തെ സമർപ്പിക്കാമെന്ന പ്രതിജ്ഞയും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഉറങ്ങി നീക്കുന്നു, എണീച്ച ഉടനെ തന്നെ പടച്ച തമ്പുരാന്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞ ചെയ്യുന്നു,
ദൈവം തമ്പുരാനെ, എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച തമ്പുരാനെ, എൻ്റെ ജീവിതവും മരണവും നിനക്ക് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നിന്റെ വഴി അനുസരിച്ചു കൊണ്ടാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നീ എനിക്ക് കൃത്യമായ മാർഗദർശനം നൽകണമേ തമ്പുരാനെ. അനുഗ്രഹിക്കപ്പെട്ടവരുടെ മാർഗത്തിലൂടെ ചലിക്കുവാൻ, നീ കോപിച്ചവരുടെയും വഴിപിടച്ചവരുടെയും മാർഗത്തിലൂടെയല്ലാതെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ മാർഗത്തിലൂടെ ചലിക്കുവാൻ നീ എനിക്ക് അനുഗ്രഹങ്ങൾ നൽകണമേ എന്നെല്ലാം പ്രാർത്ഥിക്കുകയും ദൈവം തമ്പുരാന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പടച്ച തമ്പുരാനുമായി, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനുമായി, എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന തമ്പുരാനുമായി, എൻ്റെ ഹൃദയത്തിനകത്തുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്ന തമ്പുരാനുമായി, എൻ്റെ മനസ്സിലെ ഇച്ഛകളെയും എൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങളെയുമെല്ലാം കുറിച്ച് കൃത്യമായി അറിയുന്ന തമ്പുരാനുമായി, എൻ്റെ കട്ടുനോട്ടങ്ങളെ കുറിച്ച് പോലും രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും കുറിച്ച് പോലും വ്യക്തമായി സൂക്ഷ്മമായി അറിയുന്ന തമ്പുരാനുമായി ഞാൻ കാലത്ത് പ്രഭാതത്തിൽ എൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, അവനുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നു, അവന്റെ മുന്നിൽ എൻ്റെ പ്രയാസങ്ങൾ വെക്കുന്നു, എന്നെ നേർമാർഗത്തിലൂടെ നടത്തണമെന്ന് ഞാൻ പറയുന്നു, അവനോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എൻ്റെ ജീവിതം മുഴുവനും നിനക്ക് വേണ്ടിയുള്ളതായിരിക്കും, നിന്റെ മാർഗദർശന പ്രകാരമുള്ളതായിരിക്കും. അങ്ങനെ അയാളുടെ ജീവസന്ധാരണത്തിന്റെ മാർഗത്തിലേക്ക് അയാൾ പ്രവേശിക്കുകയായി. പിന്നെ രാവിലെ കഴിഞ്ഞു, പ്രഭാതം കഴിഞ്ഞു, പിന്നെ അയാളുടെ ജീവിത വ്യവഹാരങ്ങളായി, ഉച്ചനേരമായി, ഭക്ഷണത്തിനുള്ള സമയമായി. സ്വാഭാവികമായും ഈ ചാർജ് ചെയ്യപ്പെട്ട ബാറ്ററി ഡിസ്ചാർജ് സ്വാഭാവികമായിട്ട് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിലാണ് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. പല തലങ്ങളിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും മധ്യാഹ്നത്തിന്റെ സമയമായി. ആ സമയത്ത് പിന്നെയും ഇതേപോലെ വീണ്ടും ചാർജ് ചെയ്യാണ്. ആത്മീയതയുടെ, ധാർമ്മികതയുടെ, ദൈവവിശ്വാസത്തിന്റെ, ദൈവസമർപ്പണത്തിന്റെ ഈ ബാറ്ററി വീണ്ടും ചാർജ് ചെയ്യുന്നു. വീണ്ടും പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഒരു ഉറക്കത്തിന്റെ സമയമാണ്. ഭക്ഷണത്തിന്റെ ശേഷം ചിലർ ഉറങ്ങുന്നു, മറ്റു ചിലർ ജോലിക്ക് പോകുന്നു. ഏതായിരുന്നാലും ആ സമയം കഴിഞ്ഞു, വീണ്ടും 4 മണി നേരമായി. സാധാരണ അങ്ങാടികളുടെ, ചന്തകളുടെ പുറത്തേക്കുള്ള ആ രൂപത്തിൽ അങ്ങാടികൾ സജീവമാകുന്ന സമയമായി. തെറ്റുകളിലേക്ക് പോകാൻ കൂടുതൽ സാധ്യതയുള്ള സമയം. അപ്പോ വീണ്ടും ചാർജ് ചെയ്യുന്നു 4 മണി സമയത്ത്. അങ്ങനെ ചാർജ് ചെയ്തതിന് ശേഷം ഇതേപോലെ നേരത്തെ അതേ പ്രാർത്ഥനകളും അതേ കാര്യങ്ങളും ഉരുവിട്ടുകൊണ്ട് വീണ്ടും ചെയ്യുന്നു. പിന്നെ അയാൾ ഈ രൂപത്തിൽ അങ്ങാടികളിൽ പോകുന്നു, ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. സന്ധ്യയായി. സന്ധ്യക്ക് വീണ്ടും ഇതേപോലെ. അയാൾ എപ്പോഴെല്ലാം ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തെ കുറിച്ചുള്ള ആ പൂർണ്ണമായ ബോധം ഹൃദയത്തിലേക്ക് സന്നിവേശിച്ചത് ഒരല്പം ഗ്ലാനി സംഭവിക്കാൻ സാധ്യതയുണ്ടോ വീണ്ടും ഇത് ചെയ്യുകയാണ്. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വീണ്ടും ഒരിക്കൽ കൂടി ചാർജ് ചെയ്യുന്നു, ഓർക്കാൻ പോകുന്നു, ഉറങ്ങി നീറ്റാൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായി പടച്ച തമ്പുരാനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കേവലമായ ആജ്ഞാനുഷ്ഠാനമായിട്ടല്ല കേട്ടോ. അത് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമസ്കരിക്കുന്ന മാതിരി കാണിച്ചാൽ അതുകൊണ്ട് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമസ്കരിച്ചാൽ എന്നാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനുമായുള്ള സംഭാഷണപാട്. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എൻ്റെ ഓരോ കാര്യങ്ങളും അറിയാവുന്ന പടച്ച തമ്പുരാന്റെ മുന്നിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവനും തുറന്നു വെക്കുന്ന ഒരു മഹാ പ്രാർത്ഥന യജ്ഞമാണ് നമസ്കാരം എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരാൾ പൂർണ്ണമായ അർത്ഥത്തിൽ നമസ്കരിച്ച് കഴിഞ്ഞാൽ, 5 നേരം അങ്ങനെ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പിന്നെ പാപം വരാൻ ഒരു സാധ്യതയില്ല. കാരണം എല്ലാ നേരത്തും അയാളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന, അയാളുടെ മനസ്സിലുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിയാവുന്ന, ഓരോ ഇച്ഛകളെയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്ന പടച്ച തമ്പുരാനെയാണ് അയാൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് തെറ്റുകൾ വരാൻ സാധ്യതയില്ല. ഇതുകൊണ്ടായിരിക്കണം പടച്ച തമ്പുരാൻ 5 നേരത്തെ നമസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറയാനേ നിർവാഹമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നേ പറയാൻ നിർവാഹമുള്ളൂ. എന്തുകൊണ്ട് നമസ്കരിക്കുന്നു എന്ന് വെച്ചാൽ പടച്ചോൻ പറഞ്ഞിട്ട് എന്നാണ് അതിനുള്ള ഉത്തരം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൾ റസാഖ്. വിശുദ്ധ യുദ്ധം എന്നാൽ എന്ത്? അത് ഏത് സാഹചര്യത്തിലാണ്? അതിനോട് സത്യവിശ്വാസി എങ്ങനെ പ്രതികരിക്കണം എന്നാണ് അറിയേണ്ടത്. വിശുദ്ധ യുദ്ധം എന്നാൽ എന്താണ്? ഏത് സാഹചര്യത്തിലാണത്? അതിനോട് സത്യവിശ്വാസി എങ്ങനെ പ്രതികരിക്കണം എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. വിശുദ്ധ യുദ്ധം എന്ന പദപ്രയോഗം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ജിഹാദിനാണ് പൊതുവെ വിശുദ്ധ യുദ്ധം എന്ന് പറയാറുള്ളത്. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ
സത്യത്തിൽ യുദ്ധം എന്ന ഒരർത്ഥം ജിഹാദ് എന്നുള്ള പദത്തിനില്ല. ഇവിടെ ബഹുമാനായ മേത്തർ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരമാവധി പരിശ്രമിക്കുക, പരമാവധി ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി ത്യാഗം ചെയ്യുക എന്നെല്ലാമാണ് ജിഹാദിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. എന്നാൽ ഖിത്താൽ ജിഹാദായി തീർന്ന അവസ്ഥയുണ്ട്. ഖിത്താൽ എന്ന പദമാണ്, അറബി പദമാണ്, യുദ്ധത്തിന് ഉപോത്ബലകമായി പറയുന്നത്. ഖിത്താൽ ജിഹാദായി തീർന്ന അവസ്ഥയുണ്ട്. എപ്പോ? അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. എപ്പോഴാണ്? ആദ്യമായി യുദ്ധത്തിന് അനുവദിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നിങ്ങളെടുത്തും പരിശോധിച്ച് നോക്കുക. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 39-40 വചനങ്ങൾ. ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. ഇസ്ലാമിലെ യുദ്ധം എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നീണ്ട 13 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിലനിന്നു. ആദർശ പ്രബോധനം. ആ സമയത്ത് നിരവധി പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ശത്രുക്കളുടെ ആരോപണങ്ങൾ എന്ന് വേണ്ട എത്രത്തോളം പട്ടിണിക്കിട്ട്, മാസങ്ങളോളം പട്ടിണിക്കിട്ട് പ്രവാചകനെയും അനുയായികളെയും പ്രയാസപ്പെടുത്തിയ സംഭവങ്ങളെല്ലാം ഉണ്ടായി. പ്രവാചകന്റെ അനുയായികളിൽ പലരും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹ, അവർ ഏകനായ സ്രഷ്ടാവ് മാത്രമാണ്, ദൈവം തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്ന് പറഞ്ഞ കാരണത്താൽ മാത്രം അവരുടെ മുൻദ്വാരത്തിലൂടെ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ട് കുത്തി തുളച്ച് കയറ്റിക്കൊണ്ടാണ് ആ മഹദി കൊല ചെയ്യപ്പെട്ടത്. ഇതേ രൂപത്തിൽ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു പല പ്രവാചക ശിഷ്യന്മാരും അനുചരന്മാരും. ആ സമയത്തൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചടിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു പോലുമില്ല. ചിലർ പറഞ്ഞപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? പലായനം ചെയ്തു. മദീനയിലെത്തി. മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടായി. ആ ഇസ്ലാമിക സമൂഹം വളർന്നു വരുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ആ മദീനയിലെ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള കോപ്പ് കൂട്ടാൻ തുടങ്ങി. അപ്പോൾ പ്രവാചകൻ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ പ്രവാചകൻ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ്. മദീനയിലെ രാജ്യത്തിൻ്റെ ഖലീഫയാണ് പ്രവാചകൻ. പ്രവാചകന്റെ കീഴിൽ സൈന്യമുണ്ട്. പ്രവാചകന്റെ കീഴിൽ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ അനുവാദമുള്ള, സന്നാഹമുള്ള ആളുകളുണ്ട്. ഈ സമയത്തും ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അവരോ തടുത്തു നിർത്തുവാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു. നിങ്ങൾ ആക്രമിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. അവർ അവരുടെ വീടുകളിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ പുറത്താക്കപ്പെട്ടവരാണ്. ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് അവരുടെ നാഥൻ എന്ന് പറഞ്ഞു എന്ന കാരണത്താൽ മാത്രമായി. അള്ളാഹുവാണ് അവരുടെ നാഥൻ, അവരുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ കാരണമല്ലാതെ മറ്റൊരു കാരണമില്ല അവർ പുറത്താക്കപ്പെടാൻ. എന്നിട്ടും അവർ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിരോധിക്കാതിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ പൂർണ്ണമായ നാശത്തിന് നിമിത്തമാകും. ഇപ്പോൾ പ്രവാചകൻ ഒരു രാജ്യത്തിന്റെ അധിപനാണ്. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ പറഞ്ഞു. ആ പ്രതികരിക്കുന്നതിന് ആരോടാണ്? ഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനം. നിങ്ങൾ യുദ്ധം ചെയ്യണം. ആരുമായി? നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി. ആ യുദ്ധത്ത് രംഗത്ത് പോലും ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരുമായി യുദ്ധം ചെയ്യുമ്പോൾ പോലും വലാ തഅതദു, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ഒരിക്കലും തന്നെ അതിക്രമകാരികൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരുമായിട്ടാണ് യുദ്ധം. അത് തന്നെ എങ്ങനെ? വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും മറ്റുമെല്ലാമായിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുമായി യുദ്ധം ചെയ്യുമ്പോൾ ആ ഒരു രാഷ്ട്ര സംവിധാനത്തിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്തിനുകൂടി ഉണ്ട്? മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വിഭാഗം പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ, മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ മനസ്സിലാക്കണം, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ആ രാഷ്ട്ര സംവിധാനത്തിന് ഏതെങ്കിലും നാടുകളിൽ മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാവുന്നതാണ്. ആ യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം ചെയ്യേണ്ടത് ആരാണ്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഖലീഫയാണ്. ആ രാഷ്ട്രത്തിൻ്റെ ഖലീഫയുടെ കീഴിൽ ഒരു സൈന്യമുണ്ടാവുകയും ആ സൈന്യം രാജ്യത്തിൻ്റെ സൈന്യമാവുകയും ചെയ്യുമ്പോഴാണ് യുദ്ധം കടന്നു വരുന്നത്. അപ്പോൾ യുദ്ധം
രാജ്യത്തിൻ്റെ ഖലീഫ പ്രഖ്യാപിക്കുന്നതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ. ആ ഖലീഫയുടെ കീഴിലുള്ള ആ രാജ്യത്തെ നിവാസികൾക്കെല്ലാം അപ്പോൾ സൈനിക സേവനം ആവശ്യമാണ് എങ്കിൽ നിർവഹിക്കുവാൻ നിർബന്ധവുമാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ ഖലീഫ പറയുമ്പോൾ, അതും ഏത് കാരണത്താൽ മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ആ കാരണത്താൽ ഇതിനാണ് യുദ്ധം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇത് യുദ്ധം അനിവാര്യമാകുന്ന സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞു. അത് ചെയ്യേണ്ടതാരാ? ഓരോ വ്യക്തിയും യുദ്ധം ചെയ്യല്ല, ഓരോ വ്യക്തിയും ഓരോ ഗറില്ല ഗ്രൂപ്പുകളും വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യല്ല. അങ്ങനത്തെ ഒരു ആഹ്വാനം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ആഹ്വാനമില്ല. ഇപ്പൊ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യാൻ ഒരു വകുപ്പില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാഷ്ട്രത്തെ ആ രാജ്യവുമായി നാം ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്, അഖദ്. ആ കരാർ എന്താ? ഈ ഒരു രാജ്യവുമായി നമ്മൾ ഉണ്ടാക്കുന്ന, നാം ഈ രാജ്യത്തിലെ പൗരന്മാർ എന്നുള്ള നിലക്ക് ഉണ്ടാക്കുന്ന കരാർ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നാണ്. അതാണ് പൗരന്റെ കരാർ. ആ കരാറിനനുസൃതമായി ഈ രാജ്യത്ത് സംരക്ഷണം നൽകേണ്ടത്, മതപരമായ സ്വാതന്ത്ര്യം നൽകേണ്ടത് ഈ രാഷ്ട്ര സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. കരാർ ലംഘിക്കുവാൻ ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും പാടില്ല. ഒരു കാരണവശാലും ഏകപക്ഷീയമായി ഒരു വിഭാഗം കരാർ ലംഘിക്കുമ്പോൾ അല്ലാതെ ഒരു മുസ്ലിമിന് കരാർ ലംഘിക്കുവാൻ ഒരു കാരണവശാലും പാടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കറിയാം, ഹുദൈബിയ സന്ധിയുടെ സമയത്ത് സന്ധിയുടെ വാചകം എഴുതി കഴിഞ്ഞ സമയത്ത് ഒരു മുസ്ലിമിനെ ചങ്ങലക്കിട്ടുകൊണ്ട് കൊണ്ടുവരുന്ന സമയത്ത് പോലും, അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്ന സമയത്ത് പോലും പ്രവാചകൻ കരാറിനെതിരാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുക എന്നതുകൊണ്ട് മോചിപ്പിക്കാതെ ശത്രുക്കളോടൊപ്പം വിട്ടുകൊടുക്കുകയാണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാജ്യത്തെ കരാറിലേർപ്പെട്ട ഒരു രാജ്യവും ആ രാജ്യവുമായി ആയുധമെടുക്കുവാൻ ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും പാടുള്ളതല്ല. യുദ്ധമുണ്ടാകുമ്പോൾ, മറ്റൊരു രാഷ്ട്രവുമായി യുദ്ധമുണ്ടാകുമ്പോഴാണ് ആയുധമെടുക്കുന്നത്. കരാറിലേർപ്പെട്ട രാജ്യവുമായി ആയുധമെടുക്കുവാൻ ഒരു മുസ്ലിമിന് പാടില്ല. അത് ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്കെതിരാണ് എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധ യുദ്ധം ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലെ ഖലീഫയാണ് നിശ്ചയിക്കേണ്ടത്, ഓരോ വ്യക്തികളോ ഗ്രൂപ്പുകളോ അല്ല എന്ന് നാം മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. ഷഫീർ, പേര് കടലുണ്ടി. എൻ്റെ ചോദ്യം ഇസ്ലാമിലുള്ള ശിക്ഷയെ പറ്റിയുള്ളതാണ്. കുറ്റകൃത്യങ്ങളും പിന്നെ ഇഹലോക ശിക്ഷയും പിന്നെ പൊരുത്തപ്പെടൽ. ശിക്ഷ നടപ്പിലാക്കേണ്ടത് ആരാണോ? ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടമോ? പിന്നെ ഉള്ളത്, ഈ പ്രത്യേക ഭരണാധികാരിക്ക് ശിക്ഷ കുറ്റകൃത്യം ചെയ്ത ആളോട് പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള ഇതുണ്ടോ? അതിന് ഉദാഹരണമായി റസൂലിൻ്റെ കാലത്ത് സിന ചെയ്ത ഒരു സ്ത്രീയെ വന്നിട്ട് റസൂൽ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടൊരു ഹിസ്റ്ററി ഉണ്ട്. ഒരു പട്ടി ദാഹിച്ച് കിടന്നപ്പോൾ വെള്ളം കൊടുത്ത് ആ സ്ത്രീയെ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ ഭരണാധികാരിക്ക് അധികാരമുണ്ടോ? പിന്നെ ഉള്ളത്, ഇഹലോക ശിക്ഷ കിട്ടിയ ഒരു മനുഷ്യന് പരലോകത്തും അതിനുള്ള ശിക്ഷ ഉണ്ടാകുന്നു. ശിക്ഷയെക്കുറിച്ചാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ശിക്ഷ നടപ്പാക്കുവാൻ ആർക്കാണ് അധികാരം? ഭരണാധികാരിക്ക് മാത്രമാണ് അധികാരം. ശ്രദ്ധിക്കുക, ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് മാത്രമേ ആ രാജ്യത്ത് ശിക്ഷ നടപ്പാക്കാൻ അധികാരമുള്ളൂ. അതല്ലാതെ ഓരോരുത്തരും കട്ടാൻ്റെ കൈ പിടിക്കാൻ നടക്കാൻ പറ്റില്ല. ഞാൻ കത്തിയിട്ട് ഇങ്ങനെ നടക്കുക. ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ആണെങ്കിൽ പോലും ഭരണാധികാരി നിശ്ചയിച്ച ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സുഹൃത്തിൻ്റെ ചോദ്യം, ഭരണാധികാരിക്ക് ഏതെങ്കിലും തെറ്റിനെ പൊരുത്തപ്പെടാനുള്ള പൊരുത്തപ്പെട്ട് കൊടുക്കുവാനുള്ള അവകാശമുണ്ടോ? ഇല്ല. ഇവിടെ സുഹൃത്ത് പറഞ്ഞത് സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ്. ആ ഹദീസ് അങ്ങനെയല്ല. ഹദീസ് എന്താന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞതാണ്. ഒരു നായ കാരണം ഒരു സ്ത്രീ സ്വർഗത്തിൽ പോയി. ആ സ്ത്രീ വ്യഭിചാരിണിയായിരുന്നു. പക്ഷെ പടച്ച തമ്പുരാൻ അവൾ ചെയ്ത തെറ്റ് പൊറുത്തു. എങ്ങനെ? നായക്ക് വെള്ളം കോരി കൊടുത്തതിന് നായ ദാഹിച്ച സമയത്ത് അത് പടച്ച തമ്പുരാൻ പൊറുത്തു കൊടുത്തത് പടച്ചോന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ച തമ്പുരാൻ നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറഞ്ഞതാണ്. അതല്ലാതെ റസൂലുള്ള പൊറുത്തു കൊടുത്തതല്ല, പൊരുത്തപ്പെടിച്ചതുമല്ല. പിന്നീട് ഒരു തെറ്റ് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ വ്യക്തി പൊരുത്തപ്പെട്ടു കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഭരണാധികാരിക്ക് പൊരുത്തപ്പെടാൻ കഴിയും. ഉദാഹരണത്തിന്, എൻ്റെ പിതാവിനെ ആരെങ്കിലും ഒരാൾ കൊന്നു, ഞാനാണ് അനന്തരാവകാശി. ഭരണാധികാരിക്ക് അയാളെ കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു കൊല്ലുവാനോ അതല്ലെങ്കിൽ ദിയ നൽകിക്കൊണ്ട് ഞാൻ
പ്രത്യേകമായ പണം നൽകിക്കൊണ്ട്, അല്ല, എനിക്ക് പണം നൽകിക്കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന അതിന് പ്രത്യേക കണക്കുണ്ട്, 40 ഒട്ടകത്തിന്റെ ആ കണക്കുണ്ട്. ഈ കണക്കിലുള്ള പണം നൽകിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തീരുമാനിക്കാം അയാളെ വെറുതെ വിടാം. ഒരാൾ എൻ്റെ പിതാവിനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് തീരുമാനിക്കാൻ കഴിയും ഏത് ശിക്ഷ തീരുമാനിച്ചതിന് ശേഷം ഭരണാധികാരി ഇത് കുറ്റം അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയും ശിക്ഷ ഇന്നതാണെന്ന് വിധിക്കുകയും ചെയ്താൽ എനിക്ക് അയാളുടെ അനന്തരാവകാശിക്ക് തീരുമാനിക്കാൻ കഴിയും അയാളെ വെറുതെ വിടാൻ പറ്റുമോ എന്ന്. ഏത് ശിക്ഷ നടപ്പാക്കിയ വിഷയത്തിൽ, അതേപോലെ തന്നെ മറ്റ് ചെറിയ ചില കുറ്റങ്ങളുടെ വിഷയത്തിലും. അതല്ലാതെ ഭരണാധികാരിക്ക് ഏകപക്ഷീയമായി ആരോടും പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള അധികാരമില്ല. പിന്നെന്തായിരുന്നു ചോദ്യം? ഇഹലോകത്ത് ശിക്ഷ ഏറ്റുവാങ്ങിയാൽ പരലോകത്ത് ശിക്ഷ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇഹലോകത്തിലെ ശിക്ഷ ഭരണാധികാരത്തിന്റെ ഫലമായിട്ടുള്ള ശിക്ഷയാണ്, ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇഹലോകത്തിലെ ശിക്ഷ മാത്രമാണ്. പരലോകത്തിലേത് ആ തെറ്റിന്റെ ഗാഠതക്ക് അനുസരിച്ച് പടച്ച തമ്പുരാൻ നൽകുന്ന ശിക്ഷയാണ്. ഇത് രണ്ടും തമ്മിലൊരു ബന്ധമല്ല. പക്ഷേ ഇഹലോകത്തിൽ ശിക്ഷ ഏറ്റെടുക്കുകയും ആ പശ്ചാത്തപിക്കുകയും ചെയ്താൽ ആ പശ്ചാത്താപത്തിനനുസരിച്ച് പടച്ചവൻ പുറത്തു കൊടുക്കും. അത് വേറെ വിഷയമാണ്. അതേസമയം ശിക്ഷ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അയാളൊരു പശ്ചാത്താപമല്ല എങ്കിൽ പടച്ചവൻ പുറത്തു കൊടുക്കൂല. പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുക, പിന്നെ പുറത്തു കൊടുക്കുന്നത് പടച്ചതമ്പുരാന്റെ ഇഷ്ടമാണ്. പടച്ചവൻ പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. ഇഹലോകത്തിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കും എന്ന് മനസ്സിലാക്കുവാൻ ഉള്ള തെളിവുകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചില ഹദീസുകൾ ചിലർ ഉദ്ധരിക്കാറുണ്ട്. അത് വ്യഭിചരിച്ചിട്ട് ആ വ്യഭിചാരം ഏറ്റുപറഞ്ഞുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിയ വിഷയം. അങ്ങനെ ഏറ്റുപറയുമ്പോൾ തന്നെ വ്യഭിചാരത്തിന് ഉള്ള ശിക്ഷ ഏറ്റുവാങ്ങുവാൻ സന്നദ്ധമായി തെറ്റ് ചെയ്തു എന്ന് ഒരാളും കാണാത്ത സ്വകാര്യമായി ചെയ്ത തെറ്റ് തുറന്നു പറയുക, പ്രവാചകന്റെ മുന്നിൽ വന്ന് തുറന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണ്? പൂർണ്ണമായി അയാൾ പശ്ചാത്താപ വിവശനാണ് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക രൂപത്തിൽ പ്രതികരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് ഷമീം, സ്ഥലം പന്തലൂർ. ഇസ്ലാം എന്നാൽ ശാന്തി, സമാധാനം എന്നെല്ലാമാണല്ലോ. എന്നാൽ ഇസ്ലാം മാത്രം ശരിയെന്ന് പറയുക വഴിയുള്ള സമാധാനം തകരുകയല്ലേ ചെയ്യുക, മറിച്ച് എല്ലാ മതങ്ങളിലെയും നന്മയെടുക്കുകയല്ലേ യുക്തിക്ക് യോജിക്കുന്നത്. ഇതല്ലേ സമാധാനം സ്ഥാപിക്കാൻ നല്ലത്? ഒന്ന് വിശദീകരിക്കാമോ? ചോദ്യം: ഇസ്ലാം മാത്രമാണ് നല്ലതെന്ന് പറയുന്നത് അസമാധാനത്തിലേക്കും അശാന്തിയിലേക്കുമല്ല നയിക്കുന്നത്, മറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളിലുമുള്ള നല്ല വശങ്ങൾ എടുക്കുകയല്ലേ നല്ലത് എന്നതാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹുവിങ്കലുള്ള മതം ഇസ്ലാമാണ് എന്ന്. അതെന്തുകൊണ്ട് പറയുന്നു എന്നത് നേരത്തെ ഒരു ചോദ്യത്തിന് വിശദമായിട്ട് ഞാൻ വിശദീകരണം നൽകി. അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള 2 തത്വങ്ങളുണ്ട്. ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും മറ്റു വേദഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ബൈബിളിലുള്ള ദൈവപുത്ര സങ്കല്പം, അതുപോലെ തന്നെ ആദിപാപ സിദ്ധാന്തം, കുരിശ് മരണം, ഇതൊന്നും നിങ്ങൾക്ക് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലോ ഖുർആനിലോ കാണുവാൻ സാധിക്കുകയില്ല. ഇനി ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പിന്നീട് കടന്നു വന്നിട്ടുള്ള ഏത് വിശ്വാസങ്ങളും മറ്റു വസ്തുക്കളെ ആരാധിക്കാമെന്നതും അദ്വൈത സിദ്ധാന്തവും വിശിഷ്ടാദ്വൈത സിദ്ധാന്തവും സവിശിഷ്ടാദ്വൈത സിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും ഒന്നും നിങ്ങൾക്ക് ബൈബിളിലോ ഖുർആനിലോ കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളാണ് മറ്റു മതങ്ങളിലുള്ളത്, വ്യതിചലിച്ചു പോയെന്ന്. അതുകൊണ്ട് ആ തത്വങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട്. മറ്റത് ചോദിക്കുന്നത് ആ മതത്തിലെ എല്ലാ നന്മകളും നിങ്ങൾക്ക് എടുത്തുകൂടെ എന്നതാണ്. ആദ്യമായിട്ട് ഈ ആദിഭാവ സിദ്ധാന്ത പ്രകാരം തന്നെ അവരുടെ വിശ്വാസം എന്ത് എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തോളൂ, എന്ത് ക്രൂരത ചെയ്താലും എന്ത് അതിക്രമം ചെയ്താലും ഈ പാപങ്ങൾ മുഴുവനും യേശു ഏറ്റെടുക്കുന്നു എന്നതാണ്. അപ്പോൾ എന്താണ് നന്മ? ഈ ലോകത്ത് എന്ത് പാപം ചെയ്താലും എന്ത് ക്രൂരത ചെയ്താലും എന്ത് അതിക്രമം ചെയ്താലും ഞാൻ യേശുവിലും യേശുവിന്റെ കുരിശു മരണത്തിലും വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആ പാപങ്ങൾ മുഴുവനും യേശു ഏറ്റെടുക്കുകയാണ്. മറിച്ച് വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഇന്ന നന്മകൾ ചെയ്യണം, ഇന്ന തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് കാണുവാൻ സാധിക്കുകയില്ല. ബൈബിളിലേക്ക് നാം കടന്നു ചെന്ന് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ പ്രവാചകർ സ്വന്തം പുത്രിയുമായിട്ട് ലൈംഗികമായിട്ടുള്ള ബന്ധം പുലർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ മദ്യപിച്ച് നഗ്നനായി കിടന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പ്രവാചകൻ വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു പടയാളിയുടെ ഭാര്യ കുളിക്കുന്നത് കാണുകയും ആ പടയാളിയെ ചതിച്ചു കൊല്ലുകയും ഭാര്യ വിവാഹം കഴിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണോ മാതൃക? ഈ മാതൃക നമുക്ക് പിന്തുടരുവാൻ സാധിക്കും? അല്ല, പുതിയ നിയമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ
യേശു തന്നെ മദ്യം വീഞ്ഞുണ്ടാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതൊന്നും ജീസസ് ക്രൈസ്റ്റ് ഈസ നബി അലൈഹിസ്സലാം ചെയ്ത് കാണില്ല, മറ്റു പ്രവാചകരും ചെയ്ത് കാണില്ല. ഇതുപോലെയുള്ള ഒരുപാട് തിന്മകളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ എന്താണ് നന്മ, എന്താണ് തിന്മയെന്ന് ബൈബിൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലേക്കും ചരിത്രത്തിലേക്കും ഇതിഹാസങ്ങളിലേക്കും കടന്നു ചെന്നാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഉദാഹരണത്തിന് കുറച്ച് ബ്രാഹ്മണർ ശ്രീരാമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്കൾ ഭരണാധികാരിയാണല്ലോ, ഇവിടെ ബ്രാഹ്മണരുടെ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ വാളുമെടുത്ത് ശ്രീരാമൻ പോവുകയാണ്. അങ്ങനെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു മരത്തിൽ കാല് മുകളിലേക്കിട്ട് ശിരസ്സടിയിലേക്ക് തപസ് ചെയ്യുകയാണ്. ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തപസ് ചെയ്യുന്നത്? ദൈവപ്രീതിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഏതാണ്? താഴ്ന്ന ജാതിക്കാരൻ. പിന്നെ ഒന്നും ചോദിച്ചില്ല, വാളെടുത്ത് ശിരസ്സരിഞ്ഞു വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ അന്ന് ശ്രീരാമൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ നല്ലൊരു മഹാനായ വ്യക്തിയായിരിക്കാം. കാലത്തിന്റെ ആ പോക്കനുസരിച്ച് പലതും എഴുതി ചേർത്തിരിക്കാം. ഇത് മാതൃകയാണോ? ദേവദാസ സമ്പ്രദായം മാതൃകയാണോ? എന്താണ് നന്മ, എന്താണ് തിന്മ? ജാതി വ്യവസ്ഥയാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായി ജീവിച്ചാൽ മോക്ഷം ലഭിക്കും. ഇതാണോ മാതൃക? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്ന ശാന്തിയാണ്, സമാധാനമാണ്, ധർമ്മമാണ്. ഇത് വെറുതെ പറയുന്നത്. അവിടെ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ഞാൻ വിശ്വസിച്ച്, അള്ളാഹുവിൽ വിശ്വസിച്ച്, പ്രവാചകരിൽ വിശ്വസിച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയില്ല. മറിച്ച് ഈ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. മനുഷ്യ സമത്വം ഇസ്ലാമിലുള്ളതാണ്. നിയമത്തിന് മുമ്പിലുള്ള സമത്വം ഇസ്ലാമിലുള്ളതാണ്. അതിക്രമം കാണിക്കരുത്, ഇസ്ലാമിലുണ്ട്. ചൂഷണം ചെയ്യരുത്, ഇസ്ലാമിലുണ്ട്. വ്യഭിചരിക്കരുത്, ഇസ്ലാമിലുണ്ട്. മദ്യപിക്കരുത്, ഇസ്ലാമിലുണ്ട്. പലിശ വാങ്ങരുത്, ഇസ്ലാമിലുണ്ട്. അങ്ങനെ എന്തെല്ലാം നന്മകളുണ്ട്. ഒരു മുസ്ലിം ആകണമെങ്കിൽ സമ്പത്തിന്റെ നിശ്ചിതമായ ഒരു ശതമാനം നിർബന്ധിതമായിട്ടുള്ള ദാനധർമ്മങ്ങൾ കൊടുക്കണം, അത് ഇസ്ലാമിലുണ്ട്. ഇപ്പൊ നന്മകളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നിർവചിക്കുകയും തിന്മകൾ എന്തൊക്കെയെന്ന് ബോധ്യപ്പെടുത്തുകയും നന്മ ചെയ്താൽ പ്രതിഫലവും തിന്മ ചെയ്താൽ അതിന് ശിക്ഷയുമാണ് എന്നത് ഖുർആൻ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്. അതല്ല മറ്റു ഈ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകർ പോയതുപോലെ തന്നെ ഏകദൈവ പരലോക വിശ്വാസങ്ങൾ മറ്റു വേദഗ്രന്ഥങ്ങളിൽ കാണാം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നന്മകളും കാണാം. അതും ഇസ്ലാമിൽ തന്നെയുള്ളതാണ്. അത് സ്വീകരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. സഹോദരൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, മത സൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദവും മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദവും രണ്ടും രണ്ടാണ്. പലപ്പോഴും കേൾക്കാറുണ്ട്, നാം ഒന്നാണ്, നമ്മുടെ രക്തം ഒന്നാണ്. പ്രഭാഷണങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ജഡ്ജിയുള്ള സമയത്ത് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രഭാഷണം നടത്തി. ഞാൻ തിരിച്ചു ചോദിച്ചു, താങ്കളുടെ പുത്രി വിവാഹം കഴിപ്പിച്ചു കൊടുക്കും? ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ല, ഇവരെല്ലാം ഭംഗി വാക്കുകൾ പറയുക. ആരും അത്തരത്തിൽ ചെയ്യാറില്ല. എന്റെ വിശ്വാസം വ്യത്യസ്തമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യത്യസ്തമാണ്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരുപാട് അവകാശങ്ങൾ നൽകുന്നുണ്ട്, മറ്റു വേദഗ്രന്ഥങ്ങൾ നിഷേധിക്കുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, എല്ലാ മതങ്ങളും ഇന്ന് കാണുന്ന മതങ്ങൾ ഭിന്നമാണ്. ആദ്യകാലത്ത് എല്ലാം ഒന്നായിരുന്നു, തത്വങ്ങളും ഒന്നായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന നന്മയനുസരിച്ച് ജീവിക്കുക, പ്രവർത്തിക്കുക, പരലോകത്തിൽ പോകാം. അതിനർത്ഥം മതത്തിൽ ബലാത്കാരമുണ്ട് എന്നതല്ല. എന്റെ വിശ്വാസം ഒരു ഹൈന്ദവ സഹോദരന്റെ അടുത്ത് പറയുക, നീ ഇത് അംഗീകരിക്കണമെന്ന് പറയുമ്പോഴാണ് അസമാധാനം ഉണ്ടാകുന്ന, അശാന്തി ഉണ്ടാകുന്നില്ലേ? മറിച്ച് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം, സിനിമയെ സംബന്ധിച്ച് സംസാരിക്കാം, തത്വചിന്തയെ സംബന്ധിച്ച് സംസാരിക്കാം, കലയെ സംബന്ധിച്ച് സംസാരിക്കാം. മതത്തെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുവാൻ പാടില്ല എന്ന് പറയുന്നതാണ് അസഹിഷ്ണുത. എന്നെയും അക്ബറേയും ഇതുപോലെയുള്ള പ്രബോധകരെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ഇതാണ് ഖുർആൻ പറയുന്നത്. 16-ാം അധ്യായത്തിലെ 125-ാം വചനം പറയുന്നുണ്ടല്ലോ, നാഥനിലേക്ക് ക്ഷണിക്കുക. ഞങ്ങൾ റൊട്ടി കൊടുത്തല്ല ക്ഷണിക്കുന്നത്, പാല് കൊടുത്തല്ല ക്ഷണിക്കുന്നത്, പണം കൊടുത്തല്ല ക്ഷണിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. എന്നിട്ട് ഖുർആൻ പറയുന്നു, ആ മുസ്ലിങ്ങളുമായി നല്ല രീതിയിൽ സംവദിക്കുക. എന്താ സമാധാനമാണ്? ഞങ്ങൾ വാളെടുക്കുന്നില്ല, തോക്കെടുക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസത്തെ സംബന്ധിച്ച് പറയാം. ഞങ്ങളുടെ തെറ്റാണ് എന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾ ഇത് സ്വീകരിക്കാൻ തയ്യാറാണ്. അന്ധമായിട്ടുള്ള മതവിശ്വാസങ്ങൾ ഞങ്ങൾ അള്ളിപ്പിടിക്കുന്നില്ല. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു 94-ന് മുൻപ് വരെ. ഞാനിത് പഠിച്ചു മനസ്സിലാക്കി വന്നതാണ്. തുറന്നിട്ട് സംസാരിക്കാം. എന്റെ വിശ്വാസം ഇത്, നിങ്ങളുടെ വിശ്വാസം ഇത്. ഞാൻ ഒരിക്കലും പറയില്ല എന്റെ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കണമെന്ന്. സ്വീകരിക്കാം, തിരസ്കരിക്കാം. അതുപോലെ നിങ്ങൾക്കൊരിക്കലും പറയുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ വിശ്വാസം ഞാൻ സ്വീകരിക്കണം. പക്ഷെ പരസ്പരം സംസാരിക്കരുതെന്ന് പറഞ്ഞു, ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞു. ആ സ്നേഹ സംവാദങ്ങളാണ് നാം ഇവിടെ നടത്തുന്നത്. അതിൽ ചിലപ്പോൾ ആളുകൾക്ക് വേദനിച്ചെന്ന് വരും. കാരണം
റോസാപ്പൂവ് പറിക്കണമെങ്കിൽ മുള്ളുണ്ടാകും. റോസാ ചെടികൾ എല്ലാം ഉള്ളൊരു തോട്ടത്തിൽ കടന്നിട്ട് മുള്ളില്ലാത്ത റോസാ ചെടി വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ബുൾഡോസർ കൊണ്ട് ഓടിച്ച് എല്ലാ റോസാപ്പൂക്കളും നശിപ്പിച്ചാലും പിന്നെയും ഉണ്ടാകുന്ന റോസാപ്പൂ മുള്ളുകളുണ്ട്. അതനുസരിച്ചാണ് പല ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന മാത്രമാണ്. അത് നമുക്ക് ഇങ്ങോട്ട് പറയുമ്പോഴും നമുക്കും വേദനിക്കാം. പക്ഷെ താത്വികമായിട്ടുള്ള തലത്തിൽ, ബുദ്ധിപരമായിട്ടുള്ള തലത്തിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെ സത്യം മനസ്സിലാക്കുക, ബോധ്യപ്പെടുത്തി. ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറയുന്നതല്ല എല്ലാ സമാധാനം കെടുത്തുന്നതാണ് സുഹൃത്തിന്റെ ചോദ്യം. മുഹമ്മദ് മേത്തർ ഇവിടെ അതിന് തക്കതായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഞാൻ എഴുന്നേറ്റുന്ന ഒരു തമാശ പറയാൻ, രണ്ടുപേര് ഭയങ്കര തർക്കത്തിലാണ്. എന്താ തർക്കം എന്ന് വെച്ചാൽ, ഒരാൾ വാദിക്കുന്നു രണ്ടും കൂട്ടിയാൽ 4 ആണ്, മറ്റേ ആൾ വാദിക്കുന്നു രണ്ടും കൂട്ടിയാൽ 3 ആണ്. ഭയങ്കര തർക്കമാണ്. മറ്റേയാളുടെ വാദം എന്താണെന്ന് വെച്ചാൽ, രണ്ടും കൂട്ടിയാൽ 4 ആണ് എന്ന നിന്റെ വാദം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, പക്ഷെ 3 ആണ് എന്ന എന്റെ വാദവും നീ അംഗീകരിച്ചേ പറ്റൂ. കാരണം ഞാൻ എന്റെ എത്ര വിശാല വീട്ടിലുള്ള ആളാണ്, നിന്റെ വാദം ഞാൻ അംഗീകരിച്ചില്ലേ, പിന്നെ എന്റെ വാദം കൊണ്ട് എനിക്ക് അംഗീകരിച്ചൂടാ? ഇയാള് പറയുന്നു രണ്ടും കൂട്ടിയാൽ 3 ആകൂല മോനെ, അതുകൊണ്ടാണ് 3 ആണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്. ഇതെന്ത് സങ്കുചിതത്വം? ഇത് സങ്കുചിതല്ലേ? കാരണം ഞാൻ നിന്റെ വാദം അംഗീകരിച്ചുള്ളൂ, അതുകൊണ്ട് എന്റെ വാദം നിനക്കെന്തുകൊണ്ട് അംഗീകരിച്ചൂടാ എന്ന ചോദ്യം പോലെ ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറയുന്നവർ അത് കേവലം ഒരു പരാമർശത്തിൽ ഒതുക്കുന്നില്ല. നിങ്ങൾക്ക് വേറെ എല്ലാ ബാത്തിലുകളെയും, ബാത്തിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത ആദർശങ്ങളെ പരിശോധനാ വിധേയമാക്കാം. ഇസ്ലാം സത്യമാണ് എന്ന് പറയുന്ന ആളുകൾ നാം ലോകത്തിന്റെ മുന്നിൽ ഈ സത്യം അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ പ്രമാണങ്ങളെ സത്യസന്ധമായി അവതരിപ്പിക്കാൻ, ആ പ്രമാണങ്ങളെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിക്കാൻ, ആ പ്രമാണങ്ങളെ നിഷ്പക്ഷമായ നിരങ്കുശമായ വിശകലനത്തിന് വിധേയമാക്കുവാൻ സന്നദ്ധമായിട്ടാണ് ഈ പറയുന്നത്. പിന്നെ എല്ലാറ്റിനും ഉള്ള ശരി നമ്മൾക്ക് സെലക്ട് ചെയ്തെടുത്താൽ പോരെന്നാ. അങ്ങനെ ശരി സെലക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമം നടന്നിട്ടുണ്ട്, അവസാനം തെറ്റു മാത്രമായത്. നിങ്ങൾക്കറിയാലോ, അക്ബർ ചക്രവർത്തി, ഞാനല്ലോ കേട്ടോ, അദ്ദേഹം ഒരു ദീനെ ഇലാഹി ഉണ്ടാക്കി. ദീനെ ഇലാഹി എന്താ അദ്ദേഹം ചെയ്തത്? എല്ലാ മതത്തിലെയും നന്മ കൂട്ടിച്ചേർത്തിട്ട് ഒരു മതം ഉണ്ടാക്കിയതാണ്. പക്ഷെ അവസാനം വന്നു നോക്കിയപ്പോ എല്ലാറ്റിനും തിന്മ മാത്രമായി അതിൽ. കാരണം അക്ബർ ചക്രവർത്തിയുടെ സ്വാർത്ഥമായ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാറ്റിലും നന്മ എന്ന് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തപ്പോ അദ്ദേഹത്തിന്റെ സ്വാർത്ഥമായ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനും സെലക്ട് ചെയ്തത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തിന്മയായി മാറി, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ അക്ബറോട് കൂടി ആ മതവും മരിച്ചു. ഇതേപോലെ തന്നെയാണ് അവസ്ഥ. നന്മ തിന്മകൾ മനുഷ്യനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പടച്ചോൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ആദർശം അതാണ് നന്മ എന്നാ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നതാണ് നന്മ എന്നല്ല, പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചതാണ് നന്മ. ഇപ്പോ എല്ലാ മതത്തിലുള്ള നന്മ ഓരോ കാലത്തിലും ഓരോരുത്തർക്ക് നന്മ എന്ന് തോന്നുന്ന പലതുണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ ഒരു 100-200 കൊല്ലം മുമ്പ് വരെ ഈ കേരളത്തിൽ നടപ്പിലായിരുന്ന ദേവദാസി സമ്പ്രദായം ഉണ്ട്. അന്നത്തെ ആളുകൾ എല്ലാ മതത്തിൽ നിന്നുള്ള നന്മ തെരഞ്ഞെടുക്കാൻ വേണ്ടി ബ്രാഹ്മണന്മാരെ ഏൽപ്പിച്ചാൽ ഒരു മതത്തിൽ നിന്ന് ദേവദാസി സമ്പ്രദായം നന്മ, സതീ സമ്പ്രദായം നന്മ, ഇങ്ങനെല്ല നന്മയാണ് അവിടുന്ന് കിട്ടുക. ഞാൻ പറയുന്നത് നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുവാൻ വ്യക്തികൾക്കോ സമൂഹത്തിനോ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. പ്രവാചകന്മാർ നന്മ എന്ന് പഠിപ്പിച്ചത് നന്മയാണെന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പൊ മദ്യപാനം എന്തുകൊണ്ടാണ് തിന്മയാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ എന്ന് പഠിപ്പിച്ചതുകൊണ്ട്. ഇതാണ് നമ്മുടെ ഉത്തരം. എന്തുകൊണ്ടാണ് 5 നേരം നമസ്കരിക്കണം എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട്. അപ്പോൾ നമുക്ക് പരിശോധിക്കണം, എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാൻ അർഹനാണോ? പരിശോധിക്കാം. അതല്ല പിന്നെ മറ്റുള്ള നന്മകൾ പറയുന്ന ആളുകൾക്ക് അവർ പ്രമാണങ്ങൾ ഉദ്ധരിക്കട്ടെ, നമുക്ക് അനലൈസ് ചെയ്യാം, പരിശോധിക്കാം, അപഗ്രഥിക്കാം. ആ പ്രമാണങ്ങൾ എത്രത്തോളം സത്യസന്ധമാണെന്ന് പരിശോധിക്കാം, ആ പ്രമാണങ്ങൾ അത് പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാം മാത്രമാണ് സത്യം എന്നത് ഒരു സത്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അത് ഉറക്കെ പറയുന്നു. അസത്യമാണ് എന്ന വാദമുള്ളവർക്ക് അവരുടെ വാദങ്ങൾ ഉന്നയിക്കാം, അത് സഹിഷ്ണുതയോടുകൂടി കേട്ടിരിക്കുന്നു. നമുക്കുള്ള മറുവാദങ്ങൾ പറയുന്നു. ഇതെങ്ങനെയാണ് പ്രശ്നമാവുക? ഇതെങ്ങനെയാണ് കുഴപ്പത്തിന് നിമിത്തമാവുക? ഇതെങ്ങനെയാണ് സങ്കുചിതത്വമാവുക? ഇനിയൊന്നും പറയട്ടെ, ഈ ഇന്ത്യ രാജ്യത്തെ സത്യത്തിൽ ഇസ്ലാം മാത്രമാണ് സത്യം എന്ന പച്ചയായി പറയുന്ന ഏർപ്പാട് നമ്മൾ നിർത്തിയിട്ട് കുറെ കാലമായിട്ടുണ്ടല്ലോ. ഏകദേശം ഒരു പൊതുവായി
പൊതുവായി അത് പറയുന്ന ഏർപ്പാട് നമ്മളെല്ലാവരും പറയാ, എല്ലാ വേദികളിലും ഉയർന്നു കേൾക്കാനുള്ള ശബ്ദം എന്താ? ദൈവത്തിലെത്തുവാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇവിടുന്ന് കൽപ്പറ്റക്കൂടെ കോഴിക്കോട്ടെത്താം, മാനന്തവാടിയിലൂടെ കോഴിക്കോട്ടെത്താം, നേരെ കുറ്റ്യാടിയിലൂടെ കോഴിക്കോട്ടെത്താം. പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് ഇസ്ലാം, മറ്റൊരു മാർഗമാണ് മറ്റേ മാർഗം, മറിച്ചൊരു മാർഗമാണ് മറ്റേ മാർഗം എന്നുള്ള വാദമാണ് കേൾക്കാറുള്ളത്. പക്ഷെ അതല്ല, ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറയുന്ന ഏർപ്പാട് നമ്മൾ നിർത്തിയിട്ട് കുറെ കാലമായി. എന്നിട്ട് ഇവിടെ വർഗീയത ഉണ്ടായില്ലേ? എന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായില്ലേ? ഇത് പറഞ്ഞതുകൊണ്ടാണോ ഇന്ത്യ രാജ്യത്ത് പ്രശ്നം ഉണ്ടായത്? അതുകൊണ്ടാണോ ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത്? ഇന്ത്യയിലെ കലാപങ്ങൾ ഉണ്ടായത്? കഴിഞ്ഞ കുറെ കാലമായുള്ള സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും ശേഷവുമുള്ള കലാപങ്ങളിൽ ഏതെങ്കിലും ഒരു കലാപം ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞത് കൊണ്ടുണ്ടായത് നിങ്ങൾക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന്? ഈ കലാപങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ മുഴുവനും എല്ലാവരും സത്യമാണെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. പലപ്പോഴും ഈ കലാപങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും ദിവ്യ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാ. അവിടുത്തെ ദിവ്യ പുരുഷന്മാരുടെ അടുത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ആദി യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും പോകുന്ന, എല്ലാവരും അനുഗ്രഹം വാങ്ങുന്ന, എല്ലാവരും അവരുടെ ആത്മീയ ഉത്കർഷത്തിനും ഭൗതിക കാര്യ ലാഭത്തിനും വേണ്ടി പോകുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളാണ് കലാപങ്ങളുടെ ഭൂമികളായി തീരാറുള്ളത്. അത് മറ്റൊരു വശം. ഞാൻ പറയുന്നത്, ഇത് പറഞ്ഞു എന്നതുകൊണ്ട് കലാപം ഉണ്ടാവുകയില്ല. അറിയാൻ, തുറന്നറിയാൻ, ചർച്ച ചെയ്യാൻ, മനസ്സിലാക്കാൻ, തുറന്ന് മനസ്സിലാക്കാൻ, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, പരസ്പരം സംവദിക്കാൻ, അങ്ങനെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ മനസ്സ് തുറക്കാൻ. മനസ്സ് തുറക്കുമ്പോഴാണ്, ആധുനിക സൈക്കോളജിയുടെ തന്നെ ഒരു വലിയൊരു സിദ്ധാന്തമാണ്, പരസ്പരം മനസ്സ് തുറക്കുമ്പോഴാണ് ബന്ധമുണ്ടാവുക എന്ന സിദ്ധാന്തം. അതിനാണ് ജോ ഹാരി തുടങ്ങിയ 2 മനഃശാസ്ത്രജ്ഞന്മാർക്ക്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ അവാർഡുകളും അവരുടെ സിദ്ധാന്തങ്ങൾ നൊബേൽ സമ്മാനത്തിന് വരെ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായത്. ഞാൻ വിശദീകരിക്കല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരസ്പരം മനസ്സ് തുറക്കാൻ, ആദർശത്തിന്റെ വിഷയത്തിൽ മനസ്സ് തുറക്കാൻ, പരസ്പരം സഹിഷ്ണുതാപൂർവം, സ്നേഹപൂർവ്വം വിമർശിക്കുവാൻ, ആ വിമർശനത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ തന്നെ ഇവിടെ യഥാർത്ഥത്തിലുള്ള മതനിരപേക്ഷതയുണ്ടാകും. അതിനെ ഭയപ്പെടുന്ന ആളുകളാണ് ഇത്തരം സംവാദങ്ങളെ ഭയപ്പെടുന്നത്. മറ്റൊരു കൂട്ടർ കൂടി സംവാദങ്ങളെ ഭയപ്പെടാറുണ്ട്. അത് മതം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവരെ കുറിച്ച് നമുക്കൊന്നും പറയാനുമില്ല.